ദൈവത്തിന് സ്വത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 24-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുള്ള ധ്യാനിച്ചിട്ടുള്ള വേദവാക്യമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകങ്ങൾ. ഓരോ പുസ്തകങ്ങളും ദൈവം നമുക്ക് ഓരോ ദിവസവും അളവില്ലാതെ ആ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഇന്നും ജീവിക്കുന്ന വചനം, ഇന്നും അത്ഭുതം ചെയ്യുന്ന വചനം, ഇന്നും അതിശയം ചെയ്യുന്ന വചനം ഇന്ന് നമ്മയെയും നമ്മുടെ കുടുംബങ്ങളെ വിടുവിക്കും. ഇന്ന് കടന്നു വന്നത് വേദനയോടെ ആയിരിക്കാം, പക്ഷെ തിരിച്ചു പോകുന്നത് സന്തോഷത്തോടെ ആയിരിക്കും. ഇന്ന് കടന്നു വന്നത് ദുഃഖത്തോടെ ആയിരിക്കാം, പക്ഷെ മടങ്ങി പോകുന്നത് ക്രിസ്തുവിൻ്റെ ആശ്വാസത്തോടെ ആയിരിക്കും. ഹല്ലേലൂയ. കടന്നു വന്നത് നിരാശയോടെ ആയിരിക്കും, എന്നാൽ തിരിച്ചു പോകുന്നത് ദൈവശക്തി പ്രാപിച്ചായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒരു കൂട്ടം പേർ വലിച്ച് കല്ലെറിഞ്ഞ് കൊണ്ടുവന്ന ഒരു സഹോദരിയായിരുന്നു. കഴിഞ്ഞ നാളിൽ നമ്മൾ പറഞ്ഞതാണ്. എന്നാൽ ആ സഹോദരി കൊണ്ടുവന്നത് പാപത്തിൽ പിടിച്ചാണ് കൊണ്ടുവന്നത്. പക്ഷെ ആ സഹോദരി യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ, രാജാവിൻ്റെ മുമ്പിൽ അവൾ വന്നപ്പോൾ അവളുടെ ജീവിതം മാറി. ഹല്ലേലൂയ. അവളുടെ ജീവിതത്തിനകത്ത് തീയിലൂടെയാണ് വന്നേ അല്ലേ? നോക്കിയേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കല്ലേറിൻ്റെ നടുവിൽ, നിന്നയുടെ നടുവിൽ, ദുഷിയുടെ നടുവിൽ, മുഖത്ത് നോക്കാൻ പോലും പറ്റാതെ തകർന്ന് തരിപ്പണമായി സകല ജനത്തിൻ്റെയും മുമ്പിൽ ഒരു നിന്നാപാത്രമായിട്ടാണ് ആ മകളെ കല്ലെറിഞ്ഞ് ആ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. എന്നാൽ യേശുവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ് അവൾ തിരിച്ചു പോയപ്പോൾ നിന്നയുടെ കെട്ട് പൊട്ടി. പരിഹാസം ഉടഞ്ഞു, എതിർപ്പ് ഉടഞ്ഞു, അന്ധകാര ശക്തി തകർന്നു മാറി. ആ സഹോദരിയെ വിട്ട് മാറി. വന്നത് കല്ലേറോടെയാണ്, പക്ഷെ തിരിച്ചു പോയത് ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ രാജാവിന്റെ കൈക്ക് പിടിച്ച്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ആ കർത്താവ് ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. സഹോദരി വന്നത് പാപത്താൽ എല്ലാവരും ആ സഹോദരി മുദ്ര കുത്തി. എന്തോന്നാ? നീ പാവി, നിന്നെ കൊല്ലാൻ പോകുന്നു എന്നല്ലേ കല്ലെറിഞ്ഞ് എന്തിനാ? കൊല്ലാൻ വേണ്ടിയാ. കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം. പഴയ നിയമം കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ്. ആ നിയമപ്രകാരം കല്ലെറിഞ്ഞാണ് ആ സഹോദരി കൊണ്ടുവന്നത്. ആരുടെ അടുക്കലാണ് കൊണ്ടുവന്നേ? യേശുവിൻ്റെ അടുക്കൽ. പക്ഷേ കൊണ്ടുവന്ന സ്ഥലം തെറ്റിയില്ല. അതാണ് അവിടെ വിജയം സംഭവിച്ചു. കൊണ്ടുവന്ന സ്ഥലം യേശുവിൻ്റെ അടുക്കലാകയാൽ സ്തോത്രം. ആമേ. ആ മകളുടെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതം നടന്നു. കല്ലെറിഞ്ഞ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഒരു പാവത്തിൽ പിടിപെട്ട ഒരു പൈതലിനെ കല്ലെറിഞ്ഞ് കൊണ്ടുവരുമ്പോൾ ആ മകളുടെ വേദന ഒന്ന് ചിന്തിച്ചേ. ആൾക്കാരുടെ മുമ്പിലുള്ള അപമാനം ഒന്ന് ചിന്തിച്ചേ. ആ നാണം കെട്ട അനുഭവം ഒന്ന് ചിന്തിച്ചേ. ഒരുപക്ഷെ ഒരുപാട് പേര് നോക്കിക്കൊണ്ട് നിന്ന് കാണും, ഒരുപാട് പേർ പരിഹസിച്ച് കാണും, ചിരിച്ചു കാണും, പുച്ഛിച്ച് കാണും. എന്നാൽ അവരുടെ നടുവിലും ഒന്ന് ചിന്തിച്ചേ. സ്വത്രം. യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, സ്വത്രം, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് ആ മകളെ കല്ലെറിയാൻ പറഞ്ഞു. എന്നിട്ട് യേശു അങ്ങ് കുനിഞ്ഞങ്ങിരുന്നു. കണ്ടോ? സ്വത്രം. തിരിച്ച് യേശു ആരാ? പാപമില്ലാത്തവർ. കല്ലെറിഞ്ഞ് കൊണ്ടുവന്നവരും പാപമുള്ളവർ. ഈ കല്ലേറ് ഏൽക്കാൻ വേണ്ടി വിളിക്കപ്പെട്ട മകളും പാപം ചെയ്തവൾ. എന്നാൽ ഫ്രണ്ടിലിരിക്കുന്ന യേശുവോ പാപം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്തവൻ. കണ്ടോ? ആ സഹോദരി ഒരു പക്ഷെ പാപത്തിൽ പിടിച്ചതായിരിക്കാം, പക്ഷേ ആ സഹോദരി കല്ലെറിഞ്ഞായിരിക്കും കൊണ്ടുവരുന്നത് അതിനേക്കാളും പാപികളായിരുന്നു. കൊണ്ടുവന്നവർ അതിനേക്കാളും പാപികളായിരുന്നു. നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ, സ്വത്രം, ഒരാളിൻ്റെ മുഖത്ത് വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി വിരലെല്ലാം നമ്മുടെ മുഖത്താണ് ഇരിക്കുന്നത്. ഒറ്റ വിരലാണ് അവരുടെ മുമ്പിൽ, 4 വിരൽ നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. നീ അതിനേക്കാളും പാപിയല്ലേ എന്ന് ഒരുപക്ഷെ അത് സൂചിപ്പിക്കുന്നതായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ പറയട്ടെ, കല്ലെറിഞ്ഞ് കൊണ്ടുവന്നവരെ യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഒന്നാമത് അവളെ കല്ലെറിയാൻ പറഞ്ഞു. എല്ലാവരും കല്ലുവിട്ട് തിരിച്ചു പോയി. ആർക്കും എറിയാൻ പറ്റിയില്ല. എന്നാൽ ഈ സഹോദരി യേശു മാത്രം ശേഷിച്ചു. ആ സഹോദരി വന്നത് കല്ലേറോടെ വന്നു, എന്നാൽ തിരിച്ചു പോയത് സമാധാനത്തോടെ. ദൂതന്മാരുടെ സാന്നിധ്യത്തിനകത്ത് തിരിച്ചു പോയത്, ക്രിസ്തുവിന്റെ കൈക്ക് പിടിച്ച് തിരിച്ചു പോയത് ഒരു ആനന്ദം പ്രാപിച്ച്, പാപമോചനം പ്രാപിച്ച്, പാപത്തിൽ നിന്നുള്ള മോചനം പ്രാപിച്ച ആ സഹോദരി എങ്ങനെ പോയേ? വന്നപ്പോ പാപിയായിട്ടോ, തിരിച്ചു പോയപ്പോ എങ്ങനെയാ? പാപമില്ലാതെ പോയി. കാരണം നിത്യസ്നേഹത്താൽ യേശു എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ യേശു എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ, അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ.
സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. ഹല്ലേലൂയ. ആ സഹോദരി ക്രിസ്തുവിനെ പ്രാപിച്ച് മടങ്ങിപ്പോയി. ഇന്ന് ഇതിനകത്ത് വന്നത് വ്യത്യസ്തമായ വിഷയത്തോടായിരിക്കാം, വ്യത്യസ്തമായ ഭാരത്തോടായിരിക്കാം. എന്നാൽ തിരിച്ചു പോകുന്നത് വന്നതുപോലെയല്ല, യേശുവുമായി തിരിച്ചു പോകാൻ പോകുക. ലോകം ആ കാണാത്ത അകത്തളങ്ങളിലുള്ള വിഷയം, വീട്ടുകാർക്ക് അറിയാൻ പറ്റാത്ത നമ്മുടെ അകത്തളങ്ങളിലുള്ള വിഷയം അറിയുന്ന ഒരു കർത്താവ് ഈ പള്ളിക്കകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആരോടും പറയാത്ത രഹസ്യങ്ങളും അറിയുന്ന ഒരു ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ രഹസ്യമായിട്ടാണ് ആ കാര്യം വെച്ചിരിക്കുന്നത്, മറ്റാരോടും പറയാൻ പറ്റത്തില്ല. എന്നാൽ ആ രഹസ്യങ്ങളുടെ നടുവിലും ഇറങ്ങി വന്ന്, മക്കളെ, നീ രഹസ്യമായി വച്ചിരിക്കുന്ന നിന്റെ സകല വിഷയങ്ങളും ഞാൻ കാണുന്നുണ്ട്. ഞാൻ നിന്റെ രഹസ്യ വിഷയങ്ങളെ തൊട്ട് അതിനൊരു മറുപടി തരാനും ഞാനിതാ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ആ യേശു ഇന്ന് ഇതിനകത്ത് വ്യത്യസ്തമായ വേദനയോട് ഭാരത്തോടെ ഇരിക്കുമ്പോൾ വന്നത് നിന്നയോടെ ആയിരിക്കാം, വന്നത് വേദനയോടെ ആയിരിക്കാം. എന്നാൽ തിരിച്ചു പോകുന്നത് യേശു ക്രിസ്തുവിനെയും കൊണ്ടാണ്. ആരെയും കൊണ്ടാ പോകുന്നത്? ഓ, സർവശക്തനാകുന്ന യേശുവിനെയും കൊണ്ടാ. എത്ര സന്തോഷമുണ്ട്. ഹല്ലേലൂയ. വന്നത് ഭാരവും കൊണ്ടാണ്, തിരിച്ചു പോകുന്നതോ സമാധാന പ്രഭുവിനെ കൊണ്ട്. വന്നത് രോഗത്തോടെയാണ്, തിരിച്ചു പോകുന്നത് എങ്ങനെ? സൗഖ്യത്തോടെ. എങ്ങനെ തിരിച്ചു പോകുന്നത്? എങ്ങനെ? സൗഖ്യത്തോടെ. വന്നത് നിരാശയോടെ, ഹൃദയം പൊട്ടുന്ന ആദിയോടെ, ഇനി എന്ത് ചെയ്യും കർത്താവേ എന്ന്. എന്നാൽ തിരിച്ചു പോകുന്നത് എങ്ങനെയാ? ആശ്വാസത്തോടെ. എങ്ങനെ തിരിച്ചു പോകുന്നത്? എങ്ങനെയാ? ആശ്വാസത്തോടെ. തിരിച്ചു പോകുന്നത് എങ്ങനെയാ? സമാധാനത്തോടെ. തിരിച്ചു പോകുന്നത് എങ്ങനെയാ? ധൈര്യത്തോടെ. തിരിച്ചു പോകുന്നത് എങ്ങനെയാ? വിടുതലോടെ. ആമേൻ. അതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ ഇന്ന് ആലയത്തിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 17-ാം അധ്യായം 24 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 17-ാം അധ്യായം 24-ാം വാക്യം മുതൽ വായിച്ചേ. ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അടുത്ത വരി. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകയാൽ, നമ്മുടെ കർത്താവാരാണ്? ജീവൻ കൊടുക്കുന്നവനാണ്, ശ്വാസം കൊടുക്കുന്നവനാണ്, സകലതും കൊടുക്കുന്നവനാണ്. ആര്? നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു. എല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ്. ആര്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇതിനകത്ത് എല്ലാം ചെയ്യാൻ കഴിവുള്ള കർത്താവാകുന്ന ദൈവം പള്ളിക്കകത്ത് വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടി നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങളുടെ പോകുമ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും അസാധ്യമല്ല. ദൈവത്തിനെല്ലാം സാധ്യമേ ഉള്ളൂ. ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമാണോ? ഇല്ല. നമുക്ക് പലപ്പോഴും അസാധ്യമാണ്. പാട്ടുകാരൻ പാടി, അസാധ്യമെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവൻ എന്നോടു ചൊല്ലി, മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെ. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. മനുഷ്യരാൽ അസാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോടു കൂടെയുണ്ട്. ഹല്ലേലൂയ. മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ്, എന്നാൽ ഇതിനകത്ത് വന്നു നിൽക്കുന്ന യേശുവിന് നമ്മുടെ എല്ലാത്തിനും സാധ്യമാണ്. ഏത് പാപിയെയും കെട്ടുപിടിക്കാൻ സാധ്യമാണ്. ഏത് ബന്ധനങ്ങളെ അഴിക്കാൻ സാധ്യമാണ്. ഏത് പോരുകളെ ഉടയ്ക്കാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ പള്ളിക്കകത്ത് വന്നിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭവന തലങ്ങൾക്കകത്തുള്ള കെട്ടുകളെ പൊട്ടിക്കാൻ, കുടുംബ തലങ്ങൾക്കകത്തുള്ള ദുർഭൂതങ്ങളെ കത്തിക്കാൻ കഴിവുള്ള യേശു കർത്താവ് ഇന്ന് ഈ പള്ളിക്കകത്ത് വന്നിട്ടുണ്ട്. സ്നേഹിതരെ, ഹല്ലേലൂയ. ആ യേശു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്. ആ കർത്താവാണ് ജീവനും ശ്വാസവും നൽകുന്നത്. ജീവനും ശ്വാസവും നൽകുന്ന ആരാ? നമ്മൾ ആരാധിക്കുന്ന യേശു ക്രിസ്തു. നമ്മൾ മനസ്സിലാക്കി നമുക്ക് ജീവൻ തരുന്നത് ആര്? യേശു ക്രിസ്തു. നമ്മളെ ഓരോ നിമിഷവും രക്ഷിക്കുന്നത് ആര്? യേശു ക്രിസ്തു. നമ്മുടെ സത്യദൈവം ആര്? യേശു ക്രിസ്തു. നമ്മൾ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ സത്യം വിട്ട് മാറാൻ പാടില്ല. ആ സത്യത്തെ തന്നെ പിന്തുടരണം. എങ്ങനെ? സത്യമാകുന്ന യേശുവിനെ കണ്ടുമുട്ടിയാൽ ആ സത്യത്തിൽ തന്നെ ജീവിക്കണം. ഓരോ സെക്കൻഡും ആ സത്യം തിരിച്ചറിഞ്ഞാൽ, യോഹന്നാൻ സുവിശേഷം അതങ്ങനെ വെച്ചിട്ട് 8-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകം പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. വായിച്ചേ യോഹന്നാൻ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം 32-ാം വാക്യം.
സത്യം അറിയുകയും സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. 8-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് ദാസൻ വീട്ടിൽ വസിക്കുന്നില്ല, പുത്രൻ എന്ത് ചെയ്യുന്നു? വീട്ടിൽ. നമ്മൾ ആരാ? എവിടെ വസിക്കുന്നത്? ഓ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആരാ? പുത്രനും പുത്രിയും. നമ്മള് വീട്ടിൽ വസിക്കുന്നവരാണ്. ആരുടെ വീട്ടിൽ? നമുക്കൊരു വീടുണ്ടല്ലേ? ഓ, പുത്രനാക്കിയ ദൈവത്തിന്, പുത്രിയാക്കിയ ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ. ഓ, ആര്? പുത്രൻ. ആര്? യേശു ക്രിസ്തു. എനിക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ, പോരിൽ നിന്ന്, പോരാട്ടത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയാൽ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നമ്മളെ കഴിഞ്ഞ നാളിൽ ഒതുക്കിയ സകല മണ്ഡലങ്ങളിൽ നിന്ന് ഇന്ന് പകൽക്കാല സ്വാതന്ത്ര്യം വരുത്തുവാൻ അധികാരമുള്ള ഒരുവൻ നമ്മുടെ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് വന്നതുപോലെയല്ല നമ്മൾ പോകുന്നത്, സ്വതന്ത്രരായി. ആമേൻ. ദൈവമക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? എന്തിൽ നിന്ന് സ്വാതന്ത്ര്യം? ശാപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന്, ഇരുട്ടിന്റെ പിടിയിൽ നിന്ന്, നരകത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കയറി പോകാൻ. സ്തോത്രം. യേശുപ്പച്ചൻ പറയുന്നു, ഒന്നുകൂടെ വായിച്ചേ ആ വരി, ഇമ്പോർട്ടന്റ്. വായിച്ചേ. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നമ്മൾ ആരാണ്? സാക്ഷാൽ സ്വതന്ത്രർ. നമ്മൾ സ്വതന്ത്രരാണോ അടിമകളാണോ? ഇതിനകത്തിരിക്കുന്ന എത്ര അടിമകളുണ്ട്, എത്ര സ്വതന്ത്രരുണ്ട്? ക്രിസ്തുവിന്റെ മക്കളെല്ലാം സ്വതന്ത്രരാണ്. പറഞ്ഞേ, ക്രിസ്തുവിന്റെ മക്കളെല്ലാം അടിമ നുഖത്തിനകത്തല്ല, എല്ലാ കെട്ടുകളെയും പൊട്ടിച്ച്. ഓ, ഹല്ലേലൂയ. എന്റെ ദൈവം നമ്മളെ പുറത്തെടുത്തിരിക്കുകയാണ് അല്ലേ? എന്തിനു വേണ്ടി? കെട്ടുകളെ അഴിപ്പാൻ, ദേശങ്ങൾ പിടിച്ചിടാൻ, യേശുവിൻ നാമത്തെ ഉയർത്തിയിടുവാൻ. കെട്ടുകളെ അഴിപ്പാൻ, ദേശങ്ങൾ പിടിച്ചിടാൻ, യേശുവിൻ നാമത്തെ ഉയർത്തിയിടുവാൻ. പരിശുദ്ധാത്മാവേ പെരുമഴ പോലെ ആനന്ദത്തോടെ ആരാധിച്ചിടാൻ കവിഞ്ഞൊഴുകിയിടണമേ. പരിശുദ്ധാത്മാവേ പെരുമഴ പോലെ പെയ്തിറങ്ങിയിടണമേ. ആനന്ദത്തോടെ ആരാധിച്ചിടാൻ കവിഞ്ഞൊഴുകിയിടണമേ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളിൽ ഞാനും നിങ്ങളും കെട്ടപ്പെട്ടവരായിരുന്നു. ഇന്ന് കെട്ടുകളെ അടിച്ച് സ്വതന്ത്രരാക്കി കെട്ടപ്പെട്ട് കിടക്കുന്നവരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ അപ്പന്റെ ശിഷ്യയാക്കി ആര് മാറ്റി? യേശു അപ്പച്ചൻ നമ്മളെ മാറ്റി, നമുക്ക് സ്വാതന്ത്ര്യം തന്നു. അപ്പൊ ക്രിസ്തു യേശു നമ്മളെ സ്വതന്ത്രരാക്കിയാൽ നമ്മൾ ആരാണ്? സാക്ഷാൽ സ്വതന്ത്രർ. പറഞ്ഞേ, കഴിഞ്ഞ നാളിൽ ഞാൻ പാപത്തിൽ കെട്ടിൽ കിടന്നു, ശാപത്തിന്റെ കെട്ടിൽ കിടന്നു, ബന്ധനത്തിന്റെ കെട്ടിൽ കിടന്നു, ഇരുട്ടിന്റെ കെട്ടിൽ കിടന്നു. ഇപ്പോ എന്റെ ദൈവം ആ ഇരുട്ടിന്റെ കെട്ടിനകത്ത് നിന്ന് കരുണാസമ്പന്നനാകുന്ന ദൈവം എന്നെ പൊട്ടിച്ച് ആ വെളിച്ചത്തിലേക്ക്, ആ ക്രിസ്തുവിലേക്ക്, ആ സത്യത്തിലേക്ക് കൊണ്ടുവന്നു. ഇരുട്ടിനല്ല ഇനി എന്റെ മേൽ കാര്യം, എന്റെ മേൽ കാര്യം യേശുവിനാണ്. നമ്മുടെ മേൽ കാര്യം ഇരുട്ടിനല്ല, പിശാചിനല്ല, ലോകത്തിനല്ല, അന്ധകാര ശക്തിക്കല്ല, പിന്നെയോ സത്യ ദൈവമാകുന്ന യേശുവിനാണ്. ആ ദൈവജനത്തിലൂടെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പറയുകയാണ്, കർത്താവ് നമുക്ക് ജീവൻ തരുന്ന ദൈവമാണ്. വായിച്ചേ അടുത്ത വരി. വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ 17-ാം അധ്യായമാണ് വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം. ഇപ്പൊ വായിച്ച വാക്യം എത്ര? വായിച്ചേ. വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ ഒന്നുപോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. 25-ാം വാക്യം ആവശ്യപ്പെടുന്നില്ല. അടുത്ത്, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. അടുത്ത്, അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അടുത്ത്, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. അടുത്ത വരി, അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലതാനും. അകന്നവനാണോ യേശു? ഇല്ല, പിന്നെ എങ്ങനെ? അടുത്തിരിക്കുക. നമ്മൾ കർത്താവ് നമ്മിലുവാ. ആരൊക്കെ അകന്നു പോയാലും, കണ്ടോ, നമ്മൾ ആരെല്ലാം അകറ്റി വിട്ടാലും, ആരെല്ലാം എന്നെ അകറ്റി നിർത്തിയാലും ചങ്കോടു ചേർക്കുന്നോരേശുണ്ട്, എന്നെ ചങ്കോടു ചേർക്കുന്നോരേശുണ്ട്. കണ്ണീര് വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്.
തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. ഹല്ലേലൂയ. ആരെല്ലാം നമ്മളെ അകറ്റി നിർത്തിയാലും അകറ്റി നിർത്താൽ ചങ്കോട് ചേർത്ത് പിടിക്കുന്ന ആരാ? യേശു മാത്രമാണ്. കണ്ടു, നമ്മളെ ഈ ലോകത്തിലുള്ള എല്ലാവരും ഞാൻ നിന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വലിയ സ്നേഹമൊക്കെ നടിക്കും. പക്ഷേ അവരൊക്കെ സ്വന്തം കാര്യത്തോടെ അടുക്കുമ്പോൾ നല്ല നല്ല രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ച് അകറ്റി നിർത്തി ഇറങ്ങിയൊക്കെ ഓടിയെന്ന് വരും. പക്ഷേ ഇറങ്ങി ഏത് പ്രതിസന്ധിയിലും ഇറങ്ങി ഓടാതെ ചേർന്ന് നിൽക്കുന്ന ഒരാളെ ഉള്ളൂ. അതാരാ? യേശു ക്രിസ്തു. നമ്മളെ പ്രിയപ്പെട്ടവരും ബന്ധുക്കളെല്ലാം ഒരു പരിധി കഴിയുമ്പോൾ നമ്മളെ ഒരു വിരൽ മുനയിൽ ചിലപ്പോൾ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എല്ലാ കുറ്റവും നമ്മുടെ തലയിൽ അങ്ങ് അടിച്ചേൽപ്പിച്ചിട്ട് അവരങ്ങ് മാറിയെന്ന് വരാം. അപ്പോഴും മാറാതെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് അത്രേ നമ്മുടെ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആരെല്ലാം അകന്നു പോയാലും നമ്മളിൽ നിന്ന് അകന്നു പോകാത്ത ഒരാളേ ഉള്ളൂ. അത് യേശു ക്രിസ്തു അത്രേ. നമ്മെ വിട്ട് മാറാത്ത, നമ്മെ വിട്ട് അകന്നു പോകാത്ത, നമ്മെ കുറ്റപ്പെടുത്താത്ത, നമ്മെ തള്ളിക്കളയാത്ത, നമ്മെ ഒറ്റപ്പെടുത്താത്ത, നമ്മളെ ഒറ്റയ്ക്കാക്കാത്ത ഒരാളെ ഉള്ളൂ. തരാ ഒറ്റയ്ക്കാക്കാത്ത, ഒറ്റപ്പെടുത്താത്ത, തള്ളിക്കളയാത്ത, എന്ത് കുറ്റം കണ്ടാലും ചീത്ത വിളിക്കാത്ത. നമ്മളെ യേശുവിനെ ചീത്ത വിളിക്കുവോ? ഞാൻ ഏറ്റവും മോശപ്പെട്ട കാര്യം കാണിച്ചല്ലോ. പക്ഷെ നമ്മളെ വീട്ടുകാരെന്ത് ചെയ്യും? പക്ഷെ വരാ. പക്ഷെ അവിടെയും എൻ്റെ ദൈവം പറയും, മക്കളെ ഞാൻ നിന്നെ വിട്ട് അകന്നിട്ടില്ല, ഞാൻ നിന്റെ അടുത്ത് നിൽക്കുകയാണ്, ഞാൻ നിന്റെ അടുത്ത് നിൽക്കുകയാണ്. അനേകരുടെ സ്വത്രം ഒരു ഹോബി ഞാൻ പറയാം. ദൈവത്തിന് സ്വത്രം. നമ്മുടെ സഭയിലുള്ള ആൾക്കാരെ കാര്യമല്ലേ, പൊതുവിൽ ഞാൻ പറയുകയാണ്. അനേകരുടെ ഹോബി സ്വത്രം ദൈവത്തിന്. അനേകരെ കുടുംബമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ട്. എന്നാൽ കുറേ വർഷം കഴിയുമ്പോൾ സ്വത്രം ചില സഹോദരിമാരെന്ന് എന്നറിയാമോ, സഹോദരന്മാരെ മറ്റുള്ളവരുടെ കണ്ടോ, അയാളെ കണ്ടോ, എത്ര ഭംഗിയെന്ന് കണ്ടോ, അയാളെ കണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കും. കണ്ടോ, അയാളെ ആ ഭർത്താവിനെ മഹാ വേദനിപ്പിക്കും. അടുത്ത് ചില ഭർത്താക്കന്മാരുണ്ട്, എന്ത് ചെയ്യുന്നറിയാമോ, ഭാര്യമാരെ കൊണ്ടുപോയിട്ട് പറയും ഓരോരുത്തർ കണ്ടോ, അവളെ കണ്ടോ, അപ്പുറത്തവളെ കണ്ടോ. അപ്പോൾ എത്രമാത്രം ആ സഹോദരി, എത്രയോ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള വേദന ഉണ്ടെന്നറിയാമോ. നീ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ നീ എൻ്റെ യേശുവിൻ്റെ മകനായി മകളായി ജീവിക്കണം. അശുദ്ധി എല്ലാം ചാരമാകട്ടെ, തിളങ്ങുന്ന മുത്താകട്ടെ. നമ്മളോട് കൂടെ ജീവിക്കാൻ തന്ന ജീവിത പങ്കാളികൾ അപ്പുറമായി വേറെ ഒരു ചിന്തയും. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി ഉറക്കമില്ലാത്ത എത്രയോ പേർ മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ വെച്ച് കമ്പയർ ചെയ്യും. ദൈവത്തിന് സ്വത്രം. നമുക്ക് കുടുംബമായിട്ട് ജീവിക്കാൻ ദൈവം തരുന്നൊരു കുടുംബ ജീവിതമാണ് ദൈവം ഓരോരുത്തർക്കും തരുന്നത്. ആ കുടുംബ ജീവിതത്തിനകത്ത് സന്തോഷത്തോടെ ആനന്ദത്തോടെ ക്രിസ്തുവിൽ ആനന്ദിച്ച് ക്രിസ്തു തരുന്ന 4 വിരൽ നീളമുള്ള ആയുസ്, എങ്ങനെ 4 വിരൽ നീളമുള്ള ആയുസ് ക്രിസ്തുവിൽ സന്തോഷിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഹല്ലേലൂയ, സ്വത്രം. മറ്റുള്ളവരുടെ മുൻപിൽ ഒരു അപമാന പാത്രമാക്കി നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മാറ്റരുത്. പിന്നെയോ കർത്താവ് യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിച്ചും പുറത്തും സഹിച്ചും താഴ്മയോടെ ദൈവത്തെ ആരാധിച്ച് ദൈവഹിതപ്രകാരം മുന്നോട്ട് പോകണം. നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. ഒറ്റപ്പെടുത്തുന്ന ഒരു കൂട്ടത്തിലല്ല നമ്മൾ നിൽക്കേണ്ടത്. പിന്നെയോ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ്, ക്രിസ്തുവിൻ്റെ ആശ്വാസത്താൽ നിറഞ്ഞ്, ഒറ്റപ്പെടുത്തി തള്ളിക്കളഞ്ഞ് കുടുംബത്തിൽ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബങ്ങളുണ്ടെന്ന് അറിയാമോ സ്നേഹിതരെ? എത്രമാത്രം നമ്മൾ അങ്ങനെ പറയുമ്പോൾ മറ്റൊരാൾ വേദനിക്കുമെന്നറിയാമോ? ദൈവത്തിന് സ്വത്രം. ചില ആൾക്കാർ പറയും, നീ അങ്ങ് ഭയങ്കര സുന്ദരൻ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചും മറിച്ചും പറയൂലേ. പറഞ്ഞപ്പോൾ അങ്ങ് തീർന്നു. പക്ഷെ എത്രമാത്രം അവരുടെ ഹൃദയത്തിനകത്ത് ഒരു സ്നേഹവാക്ക് പറയേണ്ട ഒരാളിൻ്റെ വായിൽ നിന്ന് ഏറ്റവും അപമാനകരമായ വാക്ക് കേൾക്കുമ്പോൾ ആ സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ എത്രമാത്രം നീറുമെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നീറിപ്പോകും. നിന്റെ കണ്ണ് അങ്ങനെ ഇരിക്കുന്നു, നീ അങ്ങനെയല്ലേ, അവളെ കണ്ട് പടിയടി കണ്ടോ പറയുമ്പോൾ ഈ സഹോദരി നീറുമോ ഇല്ലേ? ഇതേപോലെ തിരിച്ചു അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇതൊക്കെ ഒരു വശത്ത് മാത്രമല്ല, 2 വശത്തും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ പരസ്പരം നീറുമോ ഇല്ലയോ? ഇന്ന് അനേക കുടുംബങ്ങൾക്കൊക്കെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്വത്രം. സ്നേഹിതരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ലോകത്തിൻ്റെതല്ല, പിന്നെ ആരുടേതാ? ക്രിസ്തുവിൻ്റെതാ. ഇതെല്ലാം അഴിഞ്ഞു പോകാൻ വച്ചിരിക്കുക. ഈ മ്ലേച്ഛതകളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന 4 വിരൽ നീളമുള്ള ആയുസ് എൻ്റെ അപ്പനെ നോക്കി, അപ്പാ ഇനിയുള്ള കാലം അങ്ങേക്കായി, അങ്ങയുടെ ജീവൻ എനിക്ക് ജീവിക്കണം. എൻ്റെ മ്ലേച്ഛ സ്വഭാവങ്ങളെ എൻ്റെ കർത്താവ് വെട്ടി വീഴ്ത്തിയിട്ട് ക്രിസ്തുവിനോട് കൂടെ മരിച്ച് ക്രിസ്തുവിൽ മറഞ്ഞ് പാപത്തെ ജയിച്ച് ഒരു
ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ വേണം സ്നേഹിതരെ നമ്മൾ മുന്നോട്ട് പോകാൻ. വേദപുസ്തകത്തിൽ പറയുന്നു, അപ്പോസ്തലപ്രവൃത്തിയിൽ പറയുന്നു, കർത്താവ് യേശു പറയുന്നു, നമ്മളെ കർത്താവാകുന്ന യേശു നമ്മളെ വിട്ട് അകന്നവനല്ല, അകന്നു പോകുന്നവനല്ല. ആരകന്നു പോകുമ്പോഴും അടുത്ത് നിൽക്കുന്ന ഒരാളെ ഉള്ളതാരാ? അതാരാ? അടുത്ത് നിൽക്കുന്ന ഒരാളെ ഉള്ള ആരാ? യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു ക്രിസ്തു. ഒരു കുടുംബജീവിതം ദൈവം നമുക്ക് തരുമ്പോൾ സ്തോത്രം, ദൈവം തരുന്ന കുടുംബജീവിതത്തിൽ സന്തോഷത്തോടെ പൊയ്ക്കൊള്ളണം. കുടുംബജീവിതം ലഭിച്ചു കഴിഞ്ഞിട്ട് സ്തോത്രം, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വായിൽ നോക്കിയിട്ട് പരസ്പരം കണ്ടോ കണ്ടോ എന്ന് പറയാൻ നമ്മൾ പോരുത്. ഏറ്റവും മ്ലേച്ഛമാണ്, ഏറ്റവും നീചമാണ്, ഏറ്റവും ഭയങ്കര പാവമാണ്. അത് ഏറ്റവും വെറുക്കപ്പെട്ടതാണ്. അത് നമ്മുടെ വായിലൂടെ വരരുത്. നമ്മുടെ തലമുറകളെ നാണം കെടുത്തരുത്. നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവിനെ നാണം കെടുത്തരുത്. ക്രിസ്തുവിലുള്ള സ്നേഹത്തോടെ വേണം കുടുംബത്തിനകത്ത് പോകാൻ. ക്രിസ്തുവിലുള്ള സമാധാനത്തോടെ വേണം പോകാൻ. പ്രാർത്ഥനയുള്ളൊരു കുടുംബമായി, ഒറ്റപ്പെടുത്തുന്ന ഒരു കുടുംബമായല്ല, ഒരുമിച്ച് സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു കുടുംബമായി. എങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരു കുടുംബമായിട്ടല്ല, സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുന്ന. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുന്ന കുടുംബങ്ങളായിട്ട് വേണം ഞാനും നിങ്ങൾ ഓരോരുത്തരും ജീവിക്കാൻ. സ്നേഹിതരെ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹം നമ്മുടെ കുടുംബത്തിൽ അംഗങ്ങൾക്കുള്ളൂ. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന, മാതാപിതാക്കൾ കൊടുക്കുന്ന സ്നേഹമാണ് ഈ ഭൂമിയിൽ ലഭിക്കുന്നത്. അതിനേക്കാൾ ഉപരി ഒരു സ്നേഹമുണ്ട്, യേശുവിൻ്റെ സ്നേഹം. അത് കഴിഞ്ഞാൽ മക്കൾക്ക് ലഭിക്കേണ്ട സ്നേഹം മാതാപിതാക്കളുടെ സ്നേഹമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്നേഹം, ഭർത്താവിന് ഭാര്യയുടെ സ്നേഹം ഉണ്ട്. അതുണ്ട്. കർത്താവ് എഫെസ്യർ ലേഖനത്തിൽ കൊലോസ്യരിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ സ്നേഹിക്കണമെന്ന്. ആ സ്നേഹത്തിനപ്പുറം എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമ്മൾ വചനം വിട്ട് തെറ്റിപ്പോകരുത്. ഏത് പ്രായത്തിന്റെ അവസാന ഘട്ടം വരെയും ആ ക്രിസ്തുവിന്റെ വചനത്തിൽ തന്നെ നമ്മൾ ജീവിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാലും അവയുടെ നടുവിൽ യേശു പറയുന്നു, മക്കളെ, നീ ഏതെല്ലാം സാഹചര്യത്തിലൂടെ പോകുമ്പോഴും നീ പേടിക്കണ്ട, ഞാൻ നിന്നെ വിട്ട് മാറിയിട്ടില്ല. ആരൊക്കെ മാറുമ്പോഴും ഞാൻ അകന്നവനല്ല. അടുത്ത വാക്യം വായിച്ചേ. അവനിലല്ലോ നാം ജീവിക്കുകയും, അവനിലല്ലോ, ആ യേശുവിലാണ് നമ്മൾ ജീവിക്കുകയും ചരിക്കുകയും. കണ്ടോ, ചരിക്കുന്നത് യേശുവിൽ, ജീവിക്കുന്ന യേശുവിൽ. പിന്നെ എങ്ങനെ യേശുവിന് അകലാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഞാനും യേശു ഒരുമിച്ച് നിൽക്കുക. എത്രയൊക്കെ സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. സർവശക്തനാകുന്ന ദൈവവും ഞാനും എങ്ങനെ നിൽക്കുക? കർത്താവിലാണ് ഞാൻ ജീവിക്കുന്നത്, കർത്താവിലാണ് ഞാൻ ചരിക്കുന്നത്. വേറെ ഒരു വഴി എനിക്കിനില്ല. ഞാൻ ജീവിക്കുന്നതും, ഞാൻ നടക്കുന്നതും, ഞാൻ ഇരിക്കുന്നതും, ഞാൻ എഴുന്നേൽക്കുന്നതും, ഞാൻ ചെയ്യുന്നതെല്ലാം കർത്താവിലാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ജീവിക്കുന്നതും നമ്മൾ ചരിക്കുന്നത് ആരില്ല? യേശു ക്രിസ്തു. എത്ര അത് വിശ്വസിക്കുന്നത്? ഈ വചനമാണോ വിശ്വസിക്കുന്നത്? ആൾക്കാർ പറയുന്നതാണ് നമുക്ക് യഥാർത്ഥ സത്യം എന്തോന്നാ? വചനമാണോ സത്യം, അതോ ആൾക്കാർ പറയുന്ന കാര്യമാണോ? ഏതാണ് സത്യം? ആൾക്കാർ അവരുടെ അനുഭവം പറഞ്ഞ് ശരിയായിരിക്കാം, ഒരു പക്ഷേ അവരുടെ അനുഭവത്തിലൂടെ പറയുന്നത് ശരിയായിരിക്കും. പക്ഷേ സത്യം അതല്ല. കർത്താവ് പറയും, മക്കളെ, നീ എൻ്റെ പിള്ളയാണെങ്കിൽ നീ ജീവിക്കുന്നതും ചരിക്കുന്നതും ഇരിക്കുന്നതും എന്നില്ല. നീ അതങ്ങ് വിശ്വസിക്കേ. വചനത്തെ നീ അങ്ങ് വിശ്വസിക്കേ. നീ ജീവിക്കുന്നതും, നീ ഇരിക്കുന്നതും, നീ സഞ്ചരിക്കുന്നതും, നീ ചരിക്കുന്നതും എല്ലാം എന്നിലാണ്. ഇതാരാ പറയുന്നത്? യേശുപ്പം പറയുക, മക്കളെ, കർത്താവിലാണ് നമ്മൾ ജീവിക്കുന്നതും ഇരിക്കുന്നതും ചരിക്കുന്നതും. അടുത്ത വാക്യം വായിച്ചേ. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത വരി, നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയിൽ സങ്കല്പവും കൊണ്ട് കൊത്തി തീർക്കുന്ന പൊൻവെള്ളി കല്ല് എന്നിവയോട് സദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതില്ല. അടുത്ത വരി, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളിൽ. എന്നാൽ കണ്ടോ, കഴിഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ കാര്യങ്ങൾ? അറിയായ്മയുടെ കാലങ്ങളിൽ നമുക്കിതൊക്കെ പറ്റി. അരുതരുതാത്ത വാക്കുകൾ പറഞ്ഞു, ചീത്ത വാക്കുകൾ പറഞ്ഞു, മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞു. സ്വത്രം വിവാഹം കഴിഞ്ഞിട്ടും സ്വന്തം ഭാര്യയെ നിർത്തി മറ്റുള്ളവരെ കാണിച്ച് മോശം വാക്കുകൾ സംസാരിച്ചു. അവരെ കരയിപ്പിച്ചു, ഭർത്താവിനെ കരയിപ്പിച്ചു, ബന്ധുക്കളെ കരയിപ്പിച്ചു. യേശു തന്ന അവസരമെല്ലാം പാഴാക്കി സകല വിഗ്രഹങ്ങളെ നമസ്കരിച്ചു. അന്യ ദൈവങ്ങളുടെ അടുക്കൽ പോയി ഒരു കൊടും ഭാവിയായി ജീവിച്ചു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമ്മൾ ഈ സത്യം അറിഞ്ഞു. എൻ്റെ ദൈവം പറഞ്ഞു, നിനക്ക് അറിവില്ലാത്ത കാലത്ത് നീ ഇതെല്ലാം ചെയ്തു. പക്ഷെ ഇന്ന് മുതൽ, ഹല്ലേലൂയ, ഇന്നു മുതൽ എങ്ങനെ ആയിരിക്കണം? ക്രിസ്തുവിലായിരിക്കണം. സ്തോത്രം. കണ്ടോ, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല, അങ്ങ് വിടുന്നു. അറിവില്ലാതെ അല്ലേ ചെയ്ത് അങ്ങ് പോട്ടെ. കണ്ടോ, പക്ഷെ ഇനി നമ്മൾ എന്ത് ചെയ്യല്ലേ? ആ തെറ്റുകളിലേക്ക് പോകല്ലേ എന്നാണ്. അങ്ങനെ പോകണമെങ്കിൽ കർത്താവിൽ ചരിക്കണം, കർത്താവിൽ ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട് വായിച്ചാ വരി? എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പല സ്വഭാവങ്ങളും നമ്മളിലൂടെ വന്നു അല്ലേ? പക്ഷെ ഇനി അത് വരാൻ പാടില്ല. അപ്പോൾ എങ്ങനെ ജീവിക്കണം? യേശുവിലായിരിക്കണം. ഹല്ലേലൂയ. അടുത്ത വരി. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന്. എല്ലാവരും എന്ത് ചെയ്യണം?
മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. മാനസാന്തരപ്പെട്ടേ തീരൂ. മനസ്സിനകത്തൊരു മാറ്റം വന്നേ തീരൂ. സ്വഭാവത്തിനകത്തൊരു മാറ്റം വന്നേ തീരൂ. ഈ സ്വത്രം കഴിഞ്ഞ നിമിഷം വരെ നമ്മൾ ഭവനത്തിനകത്തൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കി, ഭവനത്തിനകത്ത് എങ്ങനെ ആയിരുന്നിട്ടാണ് ഇന്ന് രാവിലെ ആരാധനയ്ക്ക് ഓടി വന്നെന്ന് ചിന്തിച്ച് നോക്കിയേ. ഒന്നൊറ്റ സെക്കൻഡ് നിങ്ങൾ വീട്ടിലേക്ക് ഒന്ന് സഞ്ചരിച്ചോ? രാവിലെ ഉറക്കം എണീറ്റ് സമയം മുതൽ ഇതുവരെ ഇവിടെ പള്ളിയിൽ വന്ന സമയം വരെ ഒന്ന് സഞ്ചരിച്ച് എത്ര പേരുണ്ട്? അടി ഉണ്ടാക്കാത്ത എത്ര പേരുണ്ട്? പക്ഷെ ഇനി പോയിട്ട് തിരിച്ചെന്ത് ചെയ്യല്ലേ? ഇത് നമുക്ക് വേണ്ട. ആമേൻ, ഹല്ലേലൂയ. ഓ, സ്നേഹിച്ചും നമുക്ക് തരുന്ന ഈ 4 വിരൽ നീളം സ്നേഹിച്ചും ചിരിച്ചും ആനന്ദിച്ചും ക്രിസ്തുവിൽ ഒരു ജീവിതം. ക്രിസ്തുവിൽ ഒരു ജീവിതം. പിന്നത്തേതിൽ കരയാനല്ല. ചിലരാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ പറയാൻ പാടില്ലാത്ത എല്ലാം പറയും. പറഞ്ഞ് ഇടിച്ച് തൂക്കിയെടുത്തൊക്കെ ചുവരെല്ലാം ഇടിച്ചങ്ങ് നിർത്തും. സ്വത്രം. അവസാനം എന്തെങ്കിലും സംഭവിച്ച ആൾ നഷ്ടപ്പെടുമ്പോൾ പിന്നെ കിടന്ന് ഇടിയും വിളിയും ഇതൊക്കെ നാടകം, പ്രഹസനം. സ്വത്ര ഇടിയും വിളി. ജീവിച്ചിരിക്കുമ്പോൾ ഒന്നൊരു സ്നേഹത്തിൻ്റെ ഒരു കരിയെങ്കിലും കൊടുക്കാൻ പറ്റിയാൽ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അനേകർ ആഗ്രഹിക്കുന്ന സ്നേഹമാണ് സ്നേഹിതരെ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം. അവിടെ എല്ലാം ക്രിസ്തുവിൽ ആശ്രയിച്ച് സ്നേഹത്തോടും സമാധാനത്തോടും പോകാൻ യേശുവിലുള്ള ആശ്രയം മാത്രമേ നമുക്കുള്ളൂ. അവിടെ മാത്രമേ ഇതുള്ളൂ. അല്ലാതെ നമുക്ക് പാവത്തെ ജയിക്കാൻ ഭയങ്കര ശക്തിയൊന്നും ഇല്ല. ദൈവം നമുക്ക് തന്നാലേ ഉള്ളൂ. കർത്താവ് തരുന്ന ആയുസ് സ്നേഹത്തോടെ മക്കളെ സ്നേഹിക്കേണ്ടതുണ്ട്. ക്രിസ്തു പറഞ്ഞതുപോലെ ഭാര്യയെ, ഭർത്താവിനെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, സഭയെ എങ്ങനെയാണ് എന്ന് വചനം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ക്രിസ്തുവിൽ സ്നേഹിച്ച് ചെയ്യിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മൾ ഒരുക്കട്ടെ. ആരെയും വേദനിപ്പിക്കുന്ന ഒരാളായിട്ടല്ല, ആരെയും കരയിപ്പിക്കുന്ന ഒരാളായിട്ടല്ല, നമ്മൾ ആരെയും നിരാശപ്പെടുന്ന ഒരാളായിട്ടല്ല, അവരെ വാക്കുകൊണ്ട് താങ്ങുന്ന ഒരാളായിട്ട്, ക്രിസ്തുവിൽ ബലപ്പെടുത്തുന്ന ഒരാളായിട്ട് വേണം നമ്മൾ ഓരോരുത്തരും മാറാൻ. അവരെ കരയിപ്പിക്കുന്നവരായി മാറല്ലേ. അവരെ കണ്ണൊരിക്കലും നമ്മൾ കാരണം നിറയാൻ ഇടയാകല്ലേ. നമ്മൾ കാരണം അവരുടെ കണ്ണ് നിറയാൻ ഇടയാകട്ടെ. സ്നേഹിതരെ, സ്നേഹത്തിൻ്റെ വാക്കുകൾക്കായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മളിലൂടെ ആ സ്നേഹത്തിൻ്റെ വാക്കുകൾ വരുവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ. എല്ലാവരും ഈ കാലങ്ങളിൽ മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അടുത്ത താഴെയുള്ളവരെ വായിച്ചേ. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിമാൻ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസം നിശ്ചയിച്ചു. അടുത്ത് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. മതി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എല്ലാവരും മനസ്സാന്തരപ്പെടണം. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യം വായിച്ചേ. സ്തോത്രം. സഹോദരന്മാരെ, നമ്മൾ ഏറ്റവും നമ്മൾ വിചാരിക്കും നമ്മളെല്ലാവരും നല്ലവരാണെന്ന് വിചാരിക്കും അല്ലേ സഹോദരങ്ങളെ? ഞാൻ ഇന്നലെ സൂം മീറ്റിങ്ങിൽ പറഞ്ഞില്ലേ, നമ്മൾ ഒന്ന് നോക്കിയാൽ നമ്മൾ ഒരു നല്ല പ്രവൃത്തി പോലും സൂം മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എത്ര പേർക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമ്മളിൽ നല്ല പ്രവൃത്തി ഉണ്ടെന്ന്? ഒറ്റ പ്രവൃത്തിയെങ്കിലും ഉണ്ടോ സഹോദരങ്ങൾ നമ്മളിൽ? ഇന്നലെ സൂം മീറ്റിങ്ങിൽ കയറിയവർക്ക് അറിയാം. ഒറ്റ പ്രവൃത്തിയെങ്കിലും ഉണ്ടോ? ഞാൻ എന്നിട്ട് ചിന്തിക്കുക, കർത്താവ് എന്നിട്ട് നീ എങ്ങനെയാണപ്പാ ഞങ്ങളെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത്? യേശോപ്പാ, പാപമില്ലാത്ത അങ്ങ് എങ്ങനെയാണപ്പാ കർത്താവേ അങ്ങ് ഞങ്ങളെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ആ സ്നേഹം ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതിയില്ല. നമ്മൾ പലപ്പോഴും അഭിനയിക്കുന്നവരല്ലേ പുറത്തുള്ളവരുടെ മുമ്പിൽ. ഇന്നലെ പറയാത്തൊരു വരി, പുറത്തുള്ളവരുടെ മുമ്പിൽ ഞാൻ നല്ല പിള്ളയാണെന്ന്. ആരെങ്കിലും വന്നാലും കണ്ടാലും കേട്ടാലും എവിടെയെങ്കിലും പോയാലും നമ്മുടെ സംസാരമൊക്കെ എന്ന് പറഞ്ഞാൽ, നോട്ടവും ഇടപെടലെന്ന് പറഞ്ഞാൽ ഇപ്പം ആകാശം പൊട്ടി വന്ന് വീണയാണെന്ന് തോന്നും. എൻ്റെ അപ്പച്ചൻ പറയും, നിന്റെ കാപ്പാട്ടം എത്രയോ കാലം കൊണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ സ്വഭാവം ആരും കാണാണ്ടിരിക്കാൻ നീ എത്രമാത്രം മറച്ചു പിടിക്കുന്നു. പക്ഷെ എന്നാലും എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിനക്ക് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ശരിയാണോ? ഇന്നലെ പറഞ്ഞതിൻ്റെ കൂട്ടത്തത് കൂട്ടിയാൽ മതി. അപ്പം നമ്മളിൽ ഇത് ഒന്നുമില്ലേ സ്നേഹിതരെ? എവിടെയും നമ്മളെ മറയ്ക്കാൻ നമ്മൾ വിടുന്ന നമ്മളെ പാവം ആരും കണ്ടുപിടിക്കാതിരിക്കാൻ നമ്മൾ വിടുന്ന വെപ്രാളം. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ദിവസം പോലും വെപ്രാളപ്പെടാത്ത എത്ര പേരുണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സെക്കൻഡ് ബൈ സെക്കൻഡായി നമ്മൾ വെപ്രാളപ്പെടുകയാണ്. ആരും ഇത് കാണല്ലേ, ഞാൻ ഇങ്ങനത്തെ സ്വഭാവക്കാരനാണെന്ന് ആരും അറിയല്ലേ എന്ന് നമ്മൾ വെപ്രാളപ്പെടൂലേ? പുറത്തൊരാൾ വന്ന് നിൽക്കുന്നിരിക്കട്ടെ, പുറത്തൊരാൾ വന്നിരിക്കും വല്ലതും തരണമെന്ന് നിൽക്കുകയാണ്, പുറത്തു വന്ന് നിൽക്കുകയാണ്. നമ്മൾ അകത്തുനിന്ന് കണ്ടു മാക്സിമം വാതിൽ തുറക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ശ്രമിക്കൂലേ? മാക്സിമം ശ്രമിക്കും അല്ലേ? ഇനി നമ്മളൊരു ബന്ധു വന്ന് പുറത്ത് നിന്നാലോ മാക്സിമം അവരെ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ നോക്കുമല്ലേ? എന്നാൽ നമ്മൾ വാതിൽ തുറന്നു കഴിഞ്ഞാൽ, അവർ പോകുന്നില്ല എന്നിട്ട് വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട്, അയ്യോ ചേച്ചി എത്ര കാലമായി കണ്ടിട്ട്. ഒറ്റ കാര്യത്തിലെങ്കിലും നമ്മളിലുണ്ടോ സഹോദരങ്ങളെ?
അപ്പോൾ എവിടെ അഭിനയം നടന്നില്ലേ? അകത്ത് നിന്നപ്പോൾ എങ്ങനെയായിരുന്നു? കർട്ടൻ നോക്കും മുമ്പ് കർട്ടൻ നോക്കി കഴിഞ്ഞപ്പോൾ ആളിനെ കണ്ടപ്പോൾ എന്തോന്നായിരുന്നു പറഞ്ഞേ? നാശം പിടിച്ച് വന്ന് കയറി വരാൻ കണ്ട സമയം ഉണ്ടല്ലോ, സ്വത്രം. എന്നാലും അവർ പോകുന്നില്ലെന്ന് കണ്ടപ്പോൾ വാതിൽ തുറന്ന് അങ്ങ് പുറത്ത് ചെന്നിട്ട് അവരെ ആ നാട്ടുകാരെല്ലാം നോക്കിക്കൊണ്ട് കെട്ടിപ്പിടിച്ചോ, അയ്യോ ചേച്ചി, അങ്കിളെ, ആൻറ്റി, എത്ര കാലം, ഇന്ന് പോകണ്ടായിട്ടോ. പോകണ്ടെന്ന് പറഞ്ഞെങ്കിലും അകത്ത് നാശം പിടിച്ച് എനിക്ക് ഇന്ന് എത്ര സ്ഥലങ്ങളിൽ പോകാനുള്ളതാ, ഇത് വല്ലതും തങ്ങുമെന്തോ ഈ പറയണ്ടായിരുന്നു. കണ്ടോ, നമ്മളൊന്നും ശരിയല്ല. നിങ്ങൾക്ക് പിടികിട്ടിയോ? നമ്മൾ ഇതാണ്. ഈ എന്നെ എൻ്റെ അപ്പൻ സർവശക്തൻ കരത്തിലെടുത്തു എന്ന് പറ, അത്രത്തോളം കൊടുമ്പാവിയായി എന്നെ വിശുദ്ധനാകുന്ന ദൈവം കരം പിടിച്ചെടുത്തിട്ട് ഒന്നും കൊള്ളാത്ത എന്നെ ആ രക്തം കൊണ്ട് കഴുകി എന്നെ സ്നേഹിച്ച സ്നേഹമോർത്താൽ അത് മാത്രമാണ് എൻ്റെ ആശ്വാസം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ആർക്കും നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയാത്തടുത്ത് ഉൾക്കൊണ്ട ഒരു ദൈവമുണ്ട്. യേശു ക്രിസ്തു മാത്രം. ഈ യേശു ക്രിസ്തുവിൻ്റെ കരത്തിൽ നമ്മൾ എല്ലാവരും ഇരിക്കുകയാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, നന്മ ചെയ്യുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ആ കൊള്ളരുതാത്ത ആളിൽ പ്രധാനിയാണ് ഈ പ്രസംഗിക്കുന്ന ഞാൻ. എന്നിട്ടും എന്നിൽ കനിഞ്ഞ കർത്താവ് തൻ്റെ കരത്തിനകത്ത് എടുത്തു വെച്ച് എൻ്റെ ജീവിതത്തിനകത്ത് ഒരു നല്ല പ്രവൃത്തിയും വരാത്തതുകൊണ്ട് എൻ്റെ അപ്പം പറഞ്ഞു, നീ മരിച്ചു തന്നാൽ മതി, ഞാനങ്ങ് നിറഞ്ഞോളാം. നിന്റെ ജഡം മരിച്ചാൽ ഞാനങ്ങ് നിറഞ്ഞോളാം, ഞാൻ നിന്നിൽ ജീവിക്കാം. ഹല്ലേലൂയ. ഇങ്ങനെ മാത്രമേ ഈ ഭൂമിയിൽ കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ ജീവിതം ജീവിക്കാൻ പറ്റൂ. അല്ലാതെ നമ്മുടെ പ്രവൃത്തിയിലൂടെ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ യേശു പറയുന്നു, മാനസാന്തരപ്പെട്. ആ മനസ്സ് ജീവിതത്തിനകത്ത് മാറ്റം വരട്ടെ. അതിനെ ഒന്ന് മരിച്ചു കൊടുക്കുക അൽപ്പേര്, ഒന്ന് വീണ് കൊടുക്കുക അൽപ്പേര്. അപ്പാ, എൻ്റെ ശക്തി ഉണ്ട്, പാപത്തെ ജയിക്കാൻ കഴിയത്തില്ല. യേശുവേ, ഞാൻ അപ്പൻ്റെ മുൻപിൽ വീട് തരാൻ ഒരുക്കമാണെന്ന് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന മാത്രയിൽ യേശു ക്രിസ്തു നമ്മളിൽ വാഴും. റോമർ 12:1-2 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായിട്ട് സമർപ്പിക്കണം. അടുത്ത് എങ്ങനെ സമർപ്പിക്കണം? ആരാധിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ജോലി സ്ഥലത്ത് പോകുമ്പോഴും ഒരു യാഗമായിട്ട് വേണം പോകാൻ. ഒരു മെഴുകുതിരി ഉരുകുമ്പോൾ ആ മെഴുക് ഉരുകി ഇറങ്ങി ആ തിരിയിൽ നിന്നുള്ള പ്രകാശം പുറത്ത് കിട്ടുന്നത് പോലെ എവിടെയും നമ്മൾ ഉരുകി നമ്മുടെ അകത്തിരിക്കുന്ന പരിശുദ്ധനാകുന്ന ദൈവത്തെ മറ്റുള്ളവർ കാണണം. നമ്മളിലുള്ള സ്വയങ്ങൾ ഉരുകി, നമ്മളിലുള്ള പാപ മനുഷ്യൻ ഉരുകി അകത്തൂടെ വരുന്ന ആ തിരിയിലൂടെ പ്രകാശം മറ്റുള്ളവർക്ക് പ്രകാശിക്കുന്നത് പോലെ നമ്മുടെ അകത്തിരിക്കുന്ന യേശുവിൻ്റെ പ്രകാശം മറ്റുള്ളവർ അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? നമ്മളിലുള്ള പുറത്തെ മനുഷ്യനുള്ള ജഡമല്ല ആരും കാണേണ്ടത്, പിന്നെയോ നമ്മുടെ അകത്ത് യേശു നിറഞ്ഞിട്ട് നമ്മളിലുള്ള സ്വയങ്ങൾ നമുക്ക് പലപ്പോഴും നമ്മളെ വെളിപ്പെടുത്താൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഞാൻ ഇങ്ങനെ ആളാണ്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇങ്ങനെയുള്ള ആളാണ്, ഞാൻ അങ്ങനെയുള്ള ആളാണ്, എൻ്റെ വീട് ഇങ്ങനെയാണ്, എൻ്റെ മക്കൾ ഇന്ന സ്ഥലങ്ങളിൽ ഇരിക്കുകയാണ്, എൻ്റെ ബന്ധുക്കൾ ഇന്ന സ്ഥലങ്ങളിൽ ഇരിക്കുകയാണ്, എൻ്റെ അപ്പൻ ഇന്ന സീറ്റിലാണ് ഇരിക്കുന്നത്, എൻ്റെ അമ്മ ഇന്ന സീറ്റിലാണ്, ഞാൻ ഇന്ന സീറ്റിലാണ്, ഞാൻ ഇത്ര വരെ പഠിച്ചു, ഞാൻ ഇത്ര ഇന്ന കാര്യങ്ങളാണ് ഇരിക്കുന്നത്. കണ്ടോ, നമ്മളെയാണ് മുഴുവനും വെളിപ്പെടുത്തിയത്. പക്ഷേ ഈ നമ്മളെ വെളിപ്പെടുത്തിയാൽ ആർക്കും ഒരു നേട്ടം ഉണ്ടാകത്തില്ല. പക്ഷെ ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തിയ, ക്രിസ്തുവിലൂടെ സകല വ്യക്തികൾക്കും പാപമോചനമുണ്ട്, വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. ലോകരക്ഷകനാകുന്ന യേശുവിനെ നമ്മളിലൂടെ കാണണം. നമ്മുടെ സ്വയങ്ങളെല്ലാം ഉരുകി ഇറങ്ങണം. നമ്മുടെ അകത്ത് യേശു ക്രിസ്തു നിറയുകയും യേശു ക്രിസ്തുവിൻ്റെ പ്രകാശം മറ്റുള്ളവർ കാണുകയും വേണം. സ്നേഹിതരെ, നമ്മുടെ കുറവുകളെ ഒന്ന് ഉണർന്ന് ഒന്ന് മനസ്സാന്തരപ്പെട്ടെങ്കിൽ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വായിച്ചേ. ഈ ലോകത്തിന് ഒരു അനുരൂപമുണ്ട്, അതിന് അനുരൂപപ്പെടരുത്. ഈ ലോകത്തിന് ഒരു രൂപമുണ്ട്. എന്തോന്ന്? ഈ ലോകത്തിന് ഒരു രൂപമുണ്ട്. പാട്ടുകാരൻ പാടി, നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. ഈ ലോകത്തിൻ്റെ രൂപമല്ല, പിന്നെ ആരുടെ രൂപം? യേശു അപ്പൻ്റെ രൂപം. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് യേശു വന്നാലേ ഇതൊക്കെ വരും സഹോദരങ്ങളെ. സ്തോത്രം. ഈ ലോകത്തിന് രൂപമുണ്ട്, അത് ഈ അന്തരീക്ഷം മാറും തോറും അന്തരീക്ഷം മാറും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടുള്ള അന്തരീക്ഷമാണോ ഇന്ന്? ഓരോ ദിവസം കഴിയുമ്പോഴും അന്തരീക്ഷം മാറും. ആൾക്കാരും അതുപോലെ ആ താളത്തിന് തുള്ളൂ അല്ലേ? ഈ ലോകം എങ്ങനെ ഏത് കോപ്രാളിത്തരം കാട്ടിയാലും നമ്മളും കൂടെ അങ്ങ് ചേർന്ന് നിന്ന് അങ്ങ് കാണിക്കുക. യേശുപ്പച്ചൻ പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ മക്കൾ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് കോപ്രാളിത്തരം കാണിക്കേണ്ടവർ അല്ല. ഇപ്പം പിടികിട്ടിയോ? നമ്മൾ ഈ ലോകത്തിന് അനുരൂപപ്പെട്ടവരല്ല, പിന്നെ കർത്താവിൻ്റെ. കണ്ടോ? ഈ ലോകത്തിൽ പലതും നമ്മൾ കാണും, പല ആൾക്കാരെയും കാണും. മനസ്സിലായില്ലേ? ഈ ലോകത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ പല ചുറ്റുപാടിൽ ജീവിക്കുന്നവരെ കാണും, പല വേഷം ധരിക്കുന്നവർ കാണും, പല രീതിയിൽ സംസാരിക്കുന്നവർ കാണും, എല്ലാത്തിലും കൂട്ടു നിൽക്കുന്നവർ കാണും.
എല്ലാ രീതിയിലും എല്ലായിടത്തും നിൽക്കുന്നവർ കാണും. പക്ഷേ ക്രിസ്തുവിൻ്റെ മക്കൾ ലോകത്തിന് അനുരൂപപ്പെടാൻ പാടില്ല. ലോകത്തിലോട്ടാവുമ്പോഴാണ് ഒന്ന് ബ്യൂട്ടി വർദ്ധിപ്പിക്കാൻ ഇനി എന്തൊക്കെ ചെയ്താൽ. എപ്പോൾ നോക്കിയാലും എവിടെ നിൽക്കും? വീട്ടിനകത്ത് എപ്പോൾ നോക്കിയാലും എവിടെ നിൽക്കും? പറ. സമയം കിട്ടിയ കണ്ണാടിയുടെ മുമ്പിൽ തലമുടി 2 എണ്ണം നരച്ചു പോയി, ഒന്ന് ഡൈ ചെയ്തല്ലേ. അയ്യോ, കയ്യിലും നരച്ചോ? എവിടെ നരച്ചാലും നുള്ളി പറക്കി. ലോകത്തിന് അനുരൂപം എങ്ങനെ ഭംഗി വർദ്ധിപ്പിക്കാം? പക്ഷെ എൻ്റെ യേശു കാണുമ്പോൾ എൻ്റെ സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാന്നല്ല, ലോകത്തിലെ ആൾക്കാർ കാണുമ്പോൾ എൻ്റെ സൗന്ദര്യം എങ്ങനെ ലോകത്തിലെ ആൾക്കാർ കാണുമ്പോൾ എൻ്റെ സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാം? ആൾക്കാർ കാണുകയല്ല, എങ്ങനെ വർദ്ധിപ്പിക്കാം, എങ്ങനെ ഒരുങ്ങിയാൽ ആ കൂട്ടത്തിൽ കൂടാൻ പറ്റും? യേശുവിൻ്റെ പിള്ളയുടെ ഒരുക്കം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് അനുരൂപമല്ല. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഈ ലോകത്തിന്റെ ഒരുക്കം അല്ല എൻ്റെ അപ്പൻ പറയുന്നത്. നീ കർത്താവിൻ്റെ പൈതലാണോ? നിന്റെ ഒരുക്കം ക്രിസ്തുവിൻ്റെ ആയിരിക്കട്ടെ. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന വചനമൊന്നും അല്ല. സ്വത്ര ആര് അംഗീകരിച്ചില്ലെങ്കിൽ ഇത് മാറത്തില്ലല്ലോ സ്നേഹിതരെ. ഒന്നുകൂടെ വായിച്ചേ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും, നോക്കിയേ, നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം എങ്ങനെ ഏതിനോട് അനുരൂപപ്പെടണം? നന്മയ്ക്ക്, ദൈവത്തിന്റെ മുമ്പിൽ പൂർണ്ണ പ്രസാദം കിട്ടുന്ന ഒരു ജീവിതം. നമ്മൾ ഓരോ ദിവസവും ചിന്തിക്കണം, കർത്താവ് ഇന്ന് ഞാൻ സംസാരിച്ചാൽ അങ്ങേക്ക് പ്രസാദമായോ? എൻ്റെ ജീവിതം, എൻ്റെ യാത്ര, എൻ്റെ പ്രവർത്തനം, എൻ്റെ പോക്ക് വരവ് അങ്ങേക്ക് പ്രസാദമായോ? എൻ്റെ ഇന്നത്തെ സംസാരം അങ്ങേക്ക് പ്രസാദമായോ? ഇന്ന് ഞാൻ ധരിച്ച ഡ്രസ്സ് അങ്ങേക്ക് പ്രസാദമായോ? എൻ്റെ ഹൃദയത്തിനകത്ത് വന്ന ചിന്തകൾ ഇന്ന് കർത്താവെ, ഇന്നുള്ള മുഴുവൻ കാര്യങ്ങളും അങ്ങേക്ക് പ്രസാദമായോപ്പാ? ഞാൻ ഇന്നൊരു യാത്ര ചെയ്തു, അങ്ങേക്ക് പ്രസാദമായി. നമ്മൾ നോക്കുന്ന എന്തോന്നാണ്? എൻ്റെ ഫോട്ടോ ആരെങ്കിലും എടുത്ത് വാട്സപ്പിൽ ഇത്തിരി ആ ഡ്രസ്സൊന്ന് ഇട്ടിരിക്കുന്നൊന്നോ ഉണ്ടോയെന്നറിയാൻ നമ്മുടെയൊക്കെ വെമ്പൽ കണ്ടാൽ, ഇനി സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നോക്കുന്ന എന്തോന്നാ? എത്ര പേര് കണ്ടു, ആരൊക്കെ കണ്ടു, എൻ്റെ പടം ആരൊക്കെ ഒന്ന് കണ്ടു, ഗ്ലാമർ കാണാൻ വേണ്ടി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. സ്നേഹിതരെ, ഞാൻ പറയാം ഒരു കാര്യം, ലോകത്തിന് അനുഭവപ്പെടാതെ യേശു ഒപ്പം കണ്ട എത്ര സൗന്ദര്യമുണ്ട് എന്നൊന്ന് ചിന്തിച്ചെങ്കിൽ, എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരഞ്ചാരന്മാരെ വാരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ. പ്രേമം എന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നേ. ഓ പ്രേമം എന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നേ. ഓ പ്രേമം എന്നിൽ വർദ്ധിക്കുന്ന കരമടിച്ചോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരഞ്ചാരന്മാർ വാരിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ. ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഓടിയോടു കൂടെ എന്നെ പഠിച്ച്. ഓഹോ, ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഓടിയോടു കൂടെ എന്നെ പാടി വിളിച്ചാൽ. ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ ഓടിയോടു കൂടെ എന്നെ പാടി വിളിച്ചാൽ. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരചാരന്മാരെ പാലിക്കുമോ വത്സല. ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്കം വെടിയുകില്ല ഞാൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ ആർക്കെങ്കിലും ഇഷ്ടമായോ? ഞാൻ നിൽക്കുന്ന ആ ഫോട്ടോ, എൻ്റെ ഫോട്ടോ ഇട്ടപ്പോൾ അത് ഇഷ്ടമായോ? എത്ര പേര് എനിക്ക് അതിന് റിപ്ലൈ തന്നിട്ടുണ്ട്? എത്ര പേർക്ക് ഇഷ്ടമായി? എത്ര പേര് സ്തോത്രം ലൈക്ക് തന്നിട്ടുണ്ട്? എത്ര പേർ എൻ്റെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ നോക്കൂലേ? എൻ്റെ പ്രാണപ്രിയനെ എന്നെ ഇഷ്ടമായെന്ന് നമ്മൾ നോക്കാറുണ്ടോ സ്നേഹിതരെ? അർത്ഥം എന്താ? ഈ ലോകത്തിന് അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞേ. ഈ ലോകത്തിന് അനുരൂപപ്പെടുമ്പോൾ നമ്മളൊരു വാക്ക് പ്രാർത്ഥിച്ചാൽ നമ്മൾ ചിന്തിക്കും, പ്രാർത്ഥന എങ്ങനെ ഉണ്ടായിരുന്നു?
നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ തോന്നാറുണ്ടോ? രണ്ടുപേരും പ്രാർത്ഥിക്കാൻ നമുക്കൊരു പ്രാർത്ഥന കിട്ടിയിരിക്കട്ടെ. പ്രാർത്ഥിച്ച് കഴിയുമ്പം എന്തോന്നാ പറയുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പ്രാർത്ഥന? എന്തോന്നാ വാക്ക്? പ്രസംഗിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പ്രസംഗം? കൊള്ളായിരുന്നല്ലേ? ഉണ്ടോ? എന്തോന്നാ ഈ പറഞ്ഞ് ജഡം ഉണ്ടോ? ഈ ലോകത്തിന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ പാടിയത് എങ്ങനെ ഇരുന്നു? സൂപ്പറായിരുന്നോ? കണ്ടോ? പാടും തോറും നമ്മൾ അകത്തൊരു ഭയങ്കര പ്രസംഗിക്കും തോറും എനിക്കെല്ലാം അറിയാം. കണ്ടോ? ഇതൊന്നും ആരുടേതല്ല, യേശുവിൻ്റെതല്ല, ഇതെല്ലാം ലോകത്തിൻ്റെതാ. സത്യവചനമാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ അകത്തുള്ള ചിന്ത ഇത് വന്നു. എല്ലാവർക്കും ഇഷ്ടമായി കാണോ? ദൈവത്തിന് പ്രസാദപ്പെട്ടതെന്നല്ല, പിന്നെ എൻ്റെ പാട്ട് എൻ്റെ പ്രിയന് ഇഷ്ടപ്പെട്ടതെന്നല്ല, ഈ വചന ശുശ്രൂഷ പ്രിയനാണോ സംസാരിച്ചതെന്നല്ല, ഈ പ്രാർത്ഥന എൻ്റെ ദൈവം പ്രസാദിച്ചോന്നല്ല. നമ്മൾ നോക്കുന്ന ആ പ്രാർത്ഥന കേട്ട ആൾക്കാർക്ക് അതൊരു ഗുമ്മായിട്ട് തോന്നിയോ? ആ പ്രസംഗം ഒന്നും അവർക്ക് പിടിച്ചോ? എൻ്റെ വസ്ത്രം ഒന്നും അവർക്ക് പിടിച്ചോ? ഉണ്ടോ? നോക്കുന്ന ആരെയാ? നോക്കുന്ന യേശുവിനല്ല, ഈ ലോകത്തിന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു ദൈവ പൈതലിന് ഇത് യോജിച്ചത് ലോകത്തിനല്ല അനുഭവപ്പെടേണ്ടത്. പിന്നെ ആർക്കാ വായിച്ചേ? നിങ്ങൾ നന്മയും പ്രസാദവും. ആർക്ക്? ദൈവത്തിന് പ്രസാദമുള്ളത് നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം. പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനെ ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ട. അപ്പച്ചാ, എൻ്റെ ഒരു കങ്ങായിരിക്കട്ടെ, എൻ്റെ എല്ലാം അങ്ങായിരിക്കട്ടപ്പാ, അതിൻ്റെ അപ്പുറത്ത് എനിക്കൊന്നും വേണ്ട. അപ്പച്ചൻ തന്നെ എന്നെ നിയന്ത്രിക്കണം, അപ്പച്ചൻ തന്നെ എന്നെ തൊടണം, അപ്പച്ചൻ തന്നെ എൻ്റെ അകത്തിറങ്ങണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇത് പറയാൻ സ്നേഹിതരെ? അപ്പച്ചൻ തന്നെ എൻ്റെ അകത്തിറങ്ങണം. നമ്മൾ ഓരോ പ്രായത്തിലൂടെ വരുന്നവരാണ്. ഇതിനകത്ത് വ്യത്യസ്ത പ്രായത്തിലുള്ളവരുണ്ട്. സ്വത്രം ഒരു 10-45 വയസ്സ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, ഒരുവിധമൊക്കെ അവരെ ജഡം തന്നെ പ്രായം ചെന്നില്ല, ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെ പോ എന്നെങ്കിലും പറഞ്ഞു കൊടുക്കും. നിങ്ങൾ മനസ്സിലായോ? ക്രിസ്തുവിലല്ല അത്. ജഡം തന്നെ പറയും, നീ പ്രായത്രയായില്ലേ, മര്യാദയ്ക്ക് പോകുന്ന ജഡം തന്നെ മനസ്സിൽ ചിന്തിപ്പിച്ച് ജഡവും മനസ്സും കൂടെ ഒന്നായി അങ്ങ് കുറേയൊക്കെ ഒരുക്കം നിർത്തും. പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം അത് ദൈവം പറഞ്ഞിട്ടല്ല, പക്ഷേ യേശുപ്പച്ചൻ ഒരാളുടെ അകത്തിറങ്ങി മാറ്റുന്നതും ഒരാൾ പറഞ്ഞിട്ട് കുറേ പിടിച്ചു കിട്ടുന്നത് രണ്ടും തമ്മിൽ രണ്ടാണ്. സ്വതം നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? യേശു എൻ്റെ അകത്തിറങ്ങി വരുമ്പോൾ ഒരു രൂപാന്തരമുണ്ട്, അത് ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കും. ഒരു മനുഷ്യൻ പറഞ്ഞ് ചെയ്യുമ്പോൾ അവരെ കാണിക്കുന്ന ഒരു രൂപാന്തരം അത് കുറച്ച് നിമിഷം, അതിന് ആയുസ് കുറവാണ്. ഹല്ലേലൂയ. അടുത്തും ആ പാപത്തിലേക്ക് അവർ വീണുകൊണ്ടിരിക്കും. നമ്മുടെ ഇഷ്ടവും നമ്മുടെ ആഗ്രഹവും എൻ്റെ പ്രിയന് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. വചനപ്രകാരം ജീവിക്കണം എന്ന് കഴിഞ്ഞെങ്കിൽ, ദൈവം ഇഷ്ടപ്പെടുന്ന നിലവാരത്തിൽ ഒന്ന് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ, അടുത്ത വാക്യം കൂടെ വായിച്ചേ. ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. കണ്ടോ? മനസ്സ് പുതുക്കണം. എന്തിനു വേണ്ടിയാ മനസ്സ് പുതുക്കേണ്ടത്? എൻ്റെ ജീവിതം, എൻ്റെ സംസാരം, എൻ്റെ നോട്ടം, എൻ്റെ ഒരുക്കം, എൻ്റെ സകലതും എൻ്റെ പ്രാണപ്രിയന് ഇഷ്ടമായോ? എൻ്റെ അപ്പന് ഇഷ്ടമായതാണോ ഞാൻ ചെയ്തത്? അതോ അല്ലെങ്കിൽ ലോകത്തെ പ്രസാദിപ്പിക്കാനാണോ? ലോകത്തെ പ്രീതിപ്പെടുത്താനാണോ? അവർക്കിഷ്ടമായോ? ഇവർക്കിഷ്ടമായോ? അപ്പുറത്തോർക്ക് ഇഷ്ടമായോ? അവരെ ഒന്ന് പൊക്കി പറയാൻ കഴിഞ്ഞോ? അതല്ല ഞാൻ നോക്കേണ്ടത്. അവർക്ക് പ്രീതി തോന്നിയോന്നല്ല, എൻ്റെ പ്രാണപ്രിയന് ഇഷ്ടമായോ എന്ന് നോക്കാൻ. അതാണ് മാനസാന്തരം, അതാണ് മാറ്റം, അതാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത്. എൻ്റെ പ്രിയന്റെ ഇഷ്ടം നമ്മളിൽ വരട്ടെ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന മകനെ മകളെ ഒന്ന് മാനസാന്തരപ്പെട്ടെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യം വായിക്കുമ്പോൾ അനേകർക്കും വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ വചനം ഇറങ്ങുന്നില്ല. അനേകർ പ്രസംഗം കേൾക്കുന്നുണ്ട്, വേദപുസ്തകം വയ്ക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, പോകുന്നുണ്ട്, പക്ഷെ അകത്ത് ഒരു മാറ്റവും വരുന്നില്ല. വായിച്ചേ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ വായിച്ചേ. തുയത്തൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. കണ്ടോ? ദൈവഭക്തി എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ ഹൃദയം തുറന്നിട്ടില്ലായിരുന്നു. ദൈവഭക്തയാ, ഹൃദയം തുറന്നിട്ടില്ല. താഴോട്ട് വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ദൈവഭക്തയായിരുന്നു, ഭക്തയാണ്. ഇന്ന് ഒരുപാട് ഭക്തരുണ്ട്. കണ്ടോ? ഭക്തരുണ്ട്. താഴോട്ട് വായിച്ചേ. അവളും കുടുംബവും സ്നാനം ഏറ്റ ശേഷം. കണ്ടോ? അവരും കുടുംബവും കർത്താവ് ഹൃദയം തുറന്നപ്പോഴാണ് എന്ത് ചെയ്തത്? സ്നാനമേറ്റത്. അതുവരെ എന്ത് ചെയ്തില്ല? ഭക്തയാണ്. ഇതിലൊക്കെ വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷെ ക്രിസ്തുവിനോട് ചേർന്നില്ല. കണ്ടോ? വിശ്വാസമുണ്ട്, ക്രിസ്തുവിനോട് ചേർന്നില്ല. ഒന്നുകൂടെ വായിച്ചേ വരി. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിങ്ങൾ എന്നെ കർത്താവിൽ തൊട്ട് മുമ്പ് ഒന്നുകൂടെ 14-ാം വാക്യം. തുയത്തൈര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന് പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. കർത്താവ് അവളുടെ ഹൃദയം തുറന്നു.
ഇന്ന് നമ്മുടെ ഹൃദയം തുറന്നാലേ നമ്മൾ രക്ഷപ്പെടൂ. ഹൃദയം തുറന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഹൃദയം തുറന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാമോ? പഴയ നിയമം ധ്യാനിക്കുമ്പോൾ 2 വ്യക്തികൾ ദൈവത്തിൻ്റെ അടുത്ത് വന്നു. പുതിയ നിയമത്തിൽ ഒരുപാട് സ്ഥലത്തുണ്ട്, ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. വരും, സാധനം വാങ്ങും, വീട്ടിൽ പോകും. മനസ്സിലായോ? വരും, സാധനം വാങ്ങും, വീട്ടിൽ പോകും. ഒരു വിഷയം വരും, ആ വിഷയത്തിന് വേണ്ടി സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണേ, ഇന്നതാണ് വിഷയം. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു, കിട്ടി, ആള് പോയി. അത്രയും മതി. ദൈവത്തിന് അത്രയ്ക്ക് മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഇത്ര കടമുണ്ട്, അത് തീരാൻ സിസ്റ്ററെ പ്രാർത്ഥിക്കണം. ഓക്കെ, പ്രാർത്ഥിച്ചു, കടം തീർന്നു. ദൈവത്തിന് അത്രയും മാത്രം, കണ്ടോ, ദൈവത്തിന് അത്രയും മാത്രം മതി. ചിലരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ, സിസ്റ്ററെ ഞാനിപ്പോൾ 10ാം ക്ലാസ്സിലാണ്, എനിക്ക് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+ വാങ്ങണം, ഒന്ന് പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, പ്രാർത്ഥിക്കാം. 10 A+ കിട്ടി. അവരതോടുകൂടെ ക്രിസ്തുവിന് മതി, ആവശ്യത്തിന് മാത്രം മതി. നിങ്ങൾക്ക് മനസ്സിലായോ? ആവശ്യത്തിന് മാത്രം, മനസ്സിലായോ അല്ലേ? ആവശ്യത്തിന് മാത്രം ആരാ മതി? യേശുവിനെ മതി. ആവശ്യത്തിന് മാത്രം. ഏതിനെ? ആവശ്യത്തിന് മാത്രം. വന്നു, ആവശ്യം കണ്ടു, തിരിച്ചു പോയി. ഒരു കൂട്ടർ വരുന്നു, ആവശ്യം കാണുന്നു, ഞാൻ പള്ളി പോയാലേ ശരിയാവില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്കൊക്കെ ദൈവം മറുപടി തരുന്നുണ്ട്. ആ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും മുടങ്ങാതെ പോ. വിഷയം വേറൊന്നുമല്ല, വിഷയം ഈ മറുപടിക്ക് മാത്രം. ഏത്? സത്യത്തിനകത്ത് ആളിനകത്ത് ആരില്ല, യേശുവില്ല. പിന്നെ വരുന്ന എന്തിനെന്ന് വെച്ചാൽ എനിക്ക് ആ വിഷയത്തിന് മറുപടി കിട്ടാൻ വേണ്ടി മാത്രം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, കറിവേപ്പില ഉപയോഗം കഴിഞ്ഞ് തുപ്പിക്കളയൂലേ? യേശപ്പച്ചൻ്റെ ഉപയോഗം കഴിഞ്ഞ് കർത്താവ് വെളിയുന്നില്ല, ഞാൻ ബാക്കിയെല്ലാം ചെയ്തിട്ട് വന്ന് അടുത്ത ഞായറാഴ്ച പള്ളി ചെന്ന് ഇന്ന വിഷയം പ്രാർത്ഥിച്ച് ഞാൻ വാങ്ങിച്ചോളാം. കണ്ടോ, ഇവിടെ തീരുവില്ലേ? അപ്പോൾ അടുത്ത് എന്ത് ചെയ്യും? ഇന്ന് അനേകർ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. പള്ളി വരുന്നു, പ്രാർത്ഥിക്കുന്നു, അത്ഭുതം കിട്ടുന്നു, തിരിച്ചു പോകുന്നു, തീർന്നു. ഇത്രയേ ഉള്ളൂ. പക്ഷേ യേശുവിനെ യഥാർത്ഥമായിട്ട് അനുഭവിക്കുകയോ, യേശുവിനെ യഥാർത്ഥമായിട്ട് സ്വീകരിക്കുകയോ, യേശുവിനെ കർത്താവായി സ്വീകരിക്കുകയോ, കണ്ണ് തുറക്കുകയോ? 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് നയമാൻ എന്ന ഒരു മനുഷ്യനെ കുറിച്ച് കൊടുത്തിരിക്കുന്നു. അവിടെ ഒരു മകൾ പരിചയപ്പെടുത്തി, പ്രവാചകനെ പരിചയപ്പെടുത്തി അവിടെ വരികയാണ്. നയമാൻ വന്നത് എന്തിനെന്നറിയാമോ? അയാളുടെ കുഷ്ഠരോഗം മാറാനാണ്. വായിക്കാമോ? 2 രാജാക്കന്മാരുടെ പുസ്തകം 5. ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ പറഞ്ഞു വന്ന വരി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേകർ കർത്താവിൻ്റെ അടുത്ത് വരാറുണ്ട് സ്നേഹിതരെ. കോടിക്കണക്കിന് ജനങ്ങൾ പള്ളികളിൽ ആരാധനയ്ക്ക് സ്പ്രേയർ ഹാളുകൾ എല്ലാം പോകുന്നുണ്ട്. പക്ഷെ അനേകരുടെ അകത്ത് യഥാർത്ഥത്തിൽ ആരില്ല? യേശുവില്ല സ്നേഹിതരെ. വരുന്നു, സാധനം വാങ്ങുന്നു, പോകുന്നു. വരുന്നു, പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന വിഷയം എന്തിന് മറുപടി വേണം, മറുപടി കിട്ടുന്നു, പോകുന്നു. അത്രേ ഉള്ളൂ. ഞാൻ പറയട്ടെ, അത് ഈ ലോകത്തിനോട് അനുഭവപ്പെട്ട കാര്യം മാത്രമാണ്, ദൈവത്തോട് അനുഭവപ്പെട്ട കാര്യമല്ല. നമ്മളുടെ ദൈവം ആഗ്രഹിക്കുന്നത് ലോകത്തിലുള്ളത് വേണ്ടെന്നല്ല, എല്ലാം വേണം, പക്ഷെ ദൈവത്തോട് അനുഭവപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനേകർ വരുന്നു, തിരിച്ചു പോകുന്നു. ഇതങ്ങനെ വെച്ചിട്ട് യോഹന്ന സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 66 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ അതിനകത്ത് വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു പ്രസംഗിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കരങ്ങളെ ചേർത്തൊന്നടിച്ചേ. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ, ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ, സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിന്നാളെല്ലാം, സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിന്നാളെല്ലാം, നന്ദിയോടടി വണങ്ങും, നന്ദിയോടടി വണങ്ങും, സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിന്നാളെല്ലാം, സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിന്നാളെല്ലാം, നന്ദിയോടടി വണങ്ങും, നന്ദിയോടടി വണങ്ങും. ഹല്ലേലൂയ. അനേകർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, പക്ഷെ കർത്താവിൻ്റെ അടുത്ത് വരുന്നുണ്ട്, കർത്താവിൽ നിലനിൽക്കത്തില്ല. ഒരു വിഷയം പ്രാർത്ഥിക്കും, മറുപടി വിട്ടും പോകും. അടുത്ത ഒരു വിഷയം പ്രാർത്ഥിക്കും, മറുപടി വിട്ടും പോകും. ആ കർത്താവിൻ്റെ അടുത്ത് പറയും, കർത്താവേ ഞാൻ ഇന്നടുത്ത് വന്നു, കർത്താവേ എനിക്ക് ഇന്ന പ്രാർത്ഥിച്ചു, എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിൽ പോകണമെന്നില്ല. ആ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാത്തടത്തോളം കാലം കർത്താവിനും നമ്മൾ അറിഞ്ഞുകൂടെന്നേ പറയൂ. ഈ ലോകത്തിലുള്ള നന്മയല്ല, കർത്താവിന് നമ്മൾ അറിയണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവനെ മാത്രമേ എൻ്റെ ദൈവത്തിന് അറിയാവൂ. നിങ്ങൾക്ക് മനസ്സിലായോ? അമ്മേ, പ്രാർത്ഥിച്ച ഒരു വിടുതൽ കിട്ടി. എല്ലാവരും ദൈവത്തിന് അറിഞ്ഞുകൂടാ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടില്ല എത്ര പേരുണ്ട്? അവരെല്ലാം എൻ്റെ ദൈവത്തിന് അറിയാം. അവരെല്ലാം എൻ്റെ ദൈവം സീൽ വെച്ചിട്ടുണ്ട്. അവരെല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. അവരുടെ കൂടെ എല്ലാം ദൈവമുണ്ട് സ്നേഹിതരെ. ഹല്ലേലൂയ. ഒരു നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, എല്ലാം നൽകുന്ന ദൈവമായി കൂടെയുണ്ട്. ഇവിടെ ഇതാ യോഹന്ന സുവിശേഷം വായിക്കുമ്പോൾ 6-ാം അധ്യായം 66 വാക്യം മുതൽ അതിന് തൊട്ട് 6 അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ മനസ്സിലാകും. ഹല്ലേലൂയ. ഒരു കൂട്ടം പേർ യേശുവിന്റെ അടുക്കൽ വന്നു, 10,000 തടിച്ചുകൂടി ദൈവത്തിന്റെ വചനം കേട്ടു, അത്ഭുതങ്ങൾ അതിശയങ്ങളും കണ്ടു. 5 5,000 പേർക്ക് കൊടുക്കുന്ന
കണ്ടു, സ്വത്രം ഭക്ഷണം കണ്ടു, ആനന്ദിച്ചു, വളരെ സന്തോഷമായി. വീണ്ടും പുറകെ നടക്കുകയാണ്, അടയാളം കാണാൻ. എന്നാൽ തിരുവചനത്തിന്റെ യഥാർത്ഥ കാതലായ സത്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ നിന്നവരെല്ലാം തിരിച്ചുപോയി, ശിഷ്യന്മാരും പോകാൻ തുടങ്ങി. വായിച്ചേ, 66 വാക്യം വായിച്ചേ. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. സത്യവചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അനേകർ പിൻവാങ്ങിപ്പോയി. എന്തെങ്കിലുമൊക്കെ ദൂരെ കൂടെ കാട്ടിക്കൂട്ടി കുറച്ച് സോപ്പ് പോലെ പൊലിപ്പിക്കാമെങ്കിൽ ആൾക്കാർ വരും, അവർ വന്നിരിക്കും, മറുപടി കാണും, പോകും, അത്രേ ഉള്ളൂ. ക്രിസ്തുവിനെ അവരറിയത്തില്ല, ക്രിസ്തുവിന് അവരുമായിട്ട് ബന്ധമില്ല. കാരണം ഹൃദയത്തിനകത്ത് അവരില്ല, യേശുവില്ല. സ്വഭാവത്തിനകത്ത് മാറ്റം വരും, ഹൃദയത്തിനകത്ത് യേശു വന്ന ആളിൽ മാറ്റം വരും. അല്ലെ, അത് വെച്ച് അറിയാം ആളിനകത്ത് യേശു ഉണ്ടോന്ന് എങ്ങനെ അറിയാം? ആളിന്റെ സ്വഭാവത്തിൽ അറിയാം. വിത്ത് വീണിട്ടുണ്ടെങ്കിൽ എടുത്ത് വന്നിരിക്കും. യേശു അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ സ്വഭാവത്തിലൂടെ ഉറപ്പായിട്ട് അറിയാം. അല്ലെങ്കിൽ പുറത്തൂടെ വന്ന് എന്നത്തെ പോലെ വന്നിട്ട് അങ്ങ് പോകും. എന്നാൽ ക്രിസ്തു ഒരാളുടെ അകത്ത് വന്നാൽ അയാൾക്ക് കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് അവർ ഇറങ്ങും. അവരുടെ ആരാധനയ്ക്ക് അവർ കാണുമ്പോഴേ അറിയാം. അവരുടെ പ്രാർത്ഥനയും ആരാധനയും ജീവിതവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്നേഹിതരെ, ഇവിടെ യേശു സത്യവചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ജനക്കൂട്ടം തിരിഞ്ഞ് ഒരു കൂട്ടം പേർ തിരിച്ചു പോകാൻ തുടങ്ങി. എന്നാൽ യേശു ക്രിസ്തു ചോദിച്ചു, വായിച്ചേ. പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. കാരണം ഒരുപാട് പേര് സഞ്ചരിച്ചില്ല, അങ്ങ് മാറിപ്പോയി, യേശുവിൽ നിന്ന് മാറിപ്പോയി. അടുത്ത വരി. ആകയാൽ യേശു 12 പേരോട് ഇപ്പൊ എത്ര പേരുണ്ട് കൂടെ? 12 പേരുണ്ട്. 12 പേരോട് നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടെന്ന് ചോദിച്ചു. മൊത്തം എത്ര പേരുണ്ട്? ഇപ്പം മൊത്തം എത്ര പേരുണ്ട്? ആയിരക്കണക്കിന് പേര് കൂടെ നടന്നു. ഇപ്പം സത്യവചനം പറഞ്ഞപ്പോൾ എത്ര പേരുണ്ട്? 12 വരെ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയി. കണ്ടോ? അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലായോ? വന്നവരിൽ 12 പേര് പോയിട്ട് ബാക്കിയുള്ളവരെല്ലാം ലോകത്തെ സ്നേഹിച്ച് വന്നവരാ, ക്രിസ്തുവിനെ സ്നേഹിച്ചല്ല. ലോകത്തിലുള്ളത് എന്ത് കിട്ടും, എന്തുടുക്കും, എന്ത് ഭക്ഷിക്കും, ഇതിനു വേണ്ടി വന്നു, വാങ്ങി, പോയി. സത്യവചനം കേട്ടപ്പോൾ അവർ പിന്മാറിപ്പോയി. എന്നാൽ 12 പേരോട് യേശു ചോദിച്ചു, നിങ്ങൾക്കും പോകണമെന്ന് മനസ്സുണ്ടോ? അടുത്ത വരി. ശീമോൻ പത്രോസ് അവനോട് കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞങ്ങൾ ആരുടെ അടുക്കൽ? ഈ യേശുവിനെ വിട്ട് എവിടെയെങ്കിലും പോയാൽ എത്ര വഴി ചുറ്റി സഞ്ചരിച്ചാലും സമ്മാനം വാങ്ങിക്കാൻ മൂട്ടി വന്നേ. ഒരു ദിവസം സമ്മാനം വാങ്ങാൻ നമ്മളെല്ലാവരും ആരെ മുമ്പിൽ വന്നേ തീരൂ? യേശുവിൻ്റെ. എത്ര ചുറ്റിക്കറങ്ങിയാലും യേശുവിൻ്റെ മുമ്പിൽ വരാതെ ഒരാളിനും അതുവരെ ഇവിടെ കൂടെ കറങ്ങി, അപ്പുറത്തൂടെ കറങ്ങി, ഇപ്പുറത്തൂടെ കറങ്ങി രക്ഷിക്കപ്പെടുക, മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, അഭിഷേകം പ്രാപിക്കുക, വേണ്ടും പോലെ കർത്താവിനായി വിട്ടുകൊടുക്കുക, ജഡത്തെ മരിപ്പിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും നമുക്ക് പറ്റുന്നില്ല. പക്ഷേ അവസാനം വരെ ഇങ്ങനെ കറങ്ങി നിന്നിട്ട് സമ്മാനം വാങ്ങിക്കാൻ നേരമാകുമ്പോൾ കർത്താവിൻ്റെ അടുത്തില്ല. അന്ന് അവിടെ ചെന്ന് സറണ്ടർ ആകുമ്പോൾ സമയമല്ല, തീർന്നു കഴിയും. ഇന്ന് നമുക്ക് അതിനുള്ള സമയം ഇട്ടിരിക്കുകയാണ്, നമ്മളതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വായിച്ച അടുത്ത വരി. നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്ത് വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു പറഞ്ഞു. അടുത്ത് യേശു അവനോട് നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു. മതി, ദൈവത്തിന് സ്തോത്രം. അപ്പൊ 12-ലും ഒരാൾ പിശാചൻ യേശു എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. അപ്പൻ്റെ കൂടെ നടന്ന് അത്ഭുതങ്ങൾ കണ്ടിട്ടും അതിശയങ്ങൾ കണ്ടിട്ടും സത്യവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ ജനക്കൂട്ടത്തിന് ഈ ആരാധന വേണ്ട, ജനക്കൂട്ടത്തിന് സത്യവചനം വേണ്ട, ജനക്കൂട്ടത്തിന് അപ്പം മാത്രം മതി. നശിച്ചു പോകുന്ന ആഹാരത്തിനായി, നശിച്ചു പോകുന്ന അപ്പത്തിനായിട്ടല്ല, നശിച്ചു പോകാത്ത നിത്യജീവനായി, നശിച്ചു പോകാത്ത നിലനിൽക്കുന്ന ആർക്കും തകർത്ത് കളയാൻ പറ്റാത്ത നിത്യജീവനായിട്ട് വേണം ഓടാൻ. പഴയ നിയമത്തിനകത്ത് 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിനകത്ത് വായിക്കുമ്പോൾ അതിനകത്ത് നയമാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു മകളുടെ കാര്യം അറിഞ്ഞാണ്, മകൾ പറഞ്ഞിട്ടാണ് ആ സ്തോത്രം നയമാൻ എന്ന മനുഷ്യൻ കുഷ്ഠരോഗവുമായി പ്രവാചകന്റെ അടുക്കൽ വരുന്നത്. പ്രവാചകന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. എങ്ങനെ വന്നേ? 2 രാജാക്കന്മാരുടെ പുസ്തകം ടക്കനെ നമ്മൾ വായിക്കാൻ പോകുക. 2 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്തുണ്ട് കുഷ്ഠരോഗിയായിട്ട് ആ മനുഷ്യൻ ഓടി വന്നപ്പോൾ 12-ാം വാക്യം വായിച്ചേ. 11-ാം വാക്യം മുതൽ അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ചു. പുറപ്പെട്ടു, അവൻ തന്നെ പുറത്തു വന്ന് അടുത്തുനിന്ന് കണ്ടോ, സൗഖ്യമായി പോയപ്പോ പ്രവാചകൻ പറഞ്ഞു എത്ര പ്രാവശ്യം മുങ്ങി കുളിക്കാൻ പറഞ്ഞു? 7 പ്രാവശ്യം യോർദാനിൽ ചെന്ന് മുങ്ങി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു നയമാനോട്. നയമാൻ പറഞ്ഞു, എനിക്കിവിടെ മുങ്ങാനും വയ്യ, കുളിക്കാനും വയ്യ, നീ ഒന്ന് കൈ നാട്ടി എന്നെ സൗഖ്യമാക്കി വിട് മര്യാദയ്ക്ക്. ഞാൻ ഇവിടം വരെ വന്നത് എനിക്ക് മുങ്ങാനും വയ്യ, എനിക്ക് മുട്ടുമടക്കാനും വയ്യ, എനിക്ക് കുറവ് തിരിയാനും വയ്യ, എൻ്റെ അകത്ത് യേശുവും വരണ്ട, എൻ്റെ അകത്ത് ആരും വരണ്ട, എനിക്ക് സൗഖ്യം കിട്ടിയാൽ മതി, നീ എന്നെ ഒന്ന് കൈയെടുത്ത് ആട്ടി എന്നെ ഒന്ന് പോ കുഷ്ഠമേ എന്ന് പറഞ്ഞ് എന്നെ വിട്. നനേര് പറയല് ഓട്ടിച്ചു വിടാൻ പറയത്തില്ല, അതുപോലെ പോ കുഷ്ഠമേ എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് വിട് എന്ന് ആര് പറഞ്ഞു? നയമാൻ പറഞ്ഞു. അടുത്തവർ വായിച്ചേ. അവൻ തന്നെ പുറത്തു വന്ന് അടുത്തുനിന്ന് തന്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തന്റെ കൈ ആ സ്ഥലത്തിന്മേതെ ആട്ടി ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കും എന്ന് ഞാൻ വിചാരിച്ചു. കണ്ടോ, വിചാരിച്ചെന്താണ്? പ്രവാചകൻ വിചാരിച്ചെന്താണ്?
നയമാൻ വിചാരിച്ചെന്നാണ്, പ്രവാചകൻ വന്ന് പോ കുഷ്ഠമെന്ന് പറഞ്ഞ് ഓടിക്കും, അതോടെ കുഷ്ഠം പോകുമെന്നാണ് ആര് വിചാരിച്ചത്? ആര് വിചാരിച്ചത്? ഈ മനുഷ്യൻ വിചാരിച്ചത്. പക്ഷെ സംഭവം അങ്ങനെ ആയിരുന്നില്ല. അയാളുടെ ചിന്ത ആയിരുന്നില്ല ഇവിടെ നടന്ന. അടുത്തവർ വായിച്ചേ. ദമ്മേശക്കിലെ നദികളായ അബാനയും പിന്നല്ല, എൻ്റെ അടുത്തില്ല ആരാധനകള്, പിന്നല്ല. എവിടെ വേണം പോവാൻ? ജനക്കൂട്ടം ഇല്ലാത്തതോ? അയ്യോ അതില്ലാത്തതോ? പിന്നല്ല, ഇത് തന്നെ ആരാധന. ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇവിടെ മാത്രമല്ലേ ഉള്ള വെള്ളം, എത്ര നല്ല വെള്ളമുണ്ട് എനിക്ക് കുളിക്കാൻ, ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. കണ്ടോ? അടുത്ത വരി വായിച്ചേ. അബാനയും പർപ്പരവും ഇസ്രായേൽ ദേശത്തിലെ എല്ലാ വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ? എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് പറഞ്ഞ് അവൻ ക്രോധത്തോടെ പോയി. എന്നാൽ അവന്റെ ഭൃത്യന്മാർ അടുത്തു വന്ന് അവനോട് പിതാവേ, പ്രവാചകൻ വലിയൊരു കാര്യം നിന്നോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ നീ ചെയ്യാതെ ഇരിക്കുമോ? പിന്നെ അവൻ കുളിച്ച് ശുദ്ധനാക എന്ന് നിന്നോട് കൽപ്പിച്ചാൽ എത്ര അധികം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ചെന്ന് ദൈവപുരുഷന്റെ വചനപ്രകാരം യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങി. 7 പ്രാവശ്യം മുങ്ങി. അടുത്ത വരി. അവന്റെ ദേഹം ചെറിയ ബാലന്റെ ദേഹം പോലെയായി. അവൻ ശുദ്ധനായി തീർന്നു. പിന്നെ അവൻ തന്റെ അതോടെ ഇവിടെ വന്നിട്ട് തിരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം പോയി. എന്നാൽ 2 രാജാക്കന്മാരുടെ പുസ്തകം ഇവിടെ കുഷ്ഠം മാറി തിരിച്ചു പോയില്ലേ? 2 രാജാക്കന്മാർ 4-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് കർത്താവിന് വേണ്ടി ജീവിച്ച ഒരു ഫാമിലിയെ കുറിച്ച് കൊടുത്തിരിക്കുന്നു. വായിച്ചേ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. നയമാൻ കുഷ്ഠം മാറി പോയി, യേശുവിനെ പ്രാപിച്ചു പോയെന്ന് അവിടെ എഴുതിയിരിക്കുന്നില്ല. കുഷ്ഠം മാറിപ്പോയി. ആമേൻ. പ്രശ്നം മാറി മാത്രമല്ല, പ്രശ്നം മാറുന്നതിനോടൊപ്പം രാജാവിനെ കൊണ്ടേ പോകാവൂ, കർത്താവിനെ കൊണ്ടേ പോകാവൂ. യേശുവിന്റെ കൂടെ വസിക്കണം. നമ്മുടെ ജീവിതം യേശുവിനോട് കൂടെ ആയിരിക്കണം. യേശുവിലായിരിക്കട്ടെ സ്നേഹിതരെ. ഹല്ലേലൂയ. വായിച്ചേ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയുടെ നിലവിളിച്ചു, നിന്റെ ദാസനായി എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു, എനിക്ക് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോട് കൂടെ അകത്ത് കടന്ന് വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. കർത്താവിന്റെ പൈതലിന് വേണ്ടിയുള്ളത് കർത്താവ് കരുതും. എൻ്റെ അപ്പന് വേണ്ടി നിന്നാൽ എന്തൊക്കെ പ്രശ്നത്തിലൂടെ പോകുമ്പോഴും എണ്ണ മാത്രമേ ഉള്ളൂ എങ്കിലും അത് വച്ചിട്ട് അതിലൂടെ നന്മ തരാൻ എൻ്റെ അപ്പന് വേണ്ടി നിൽക്കുന്ന മകളെ പ്രശ്നത്തിലൂടെ ആയിരിക്കാം നീ പോകുന്നത്, പ്രതികൂലത്തിലൂടെ ആയിരിക്കും പോകുന്നത്. പേടിക്കണ്ട. ഈ പ്രശ്നത്തിന് നടുവിലും മിച്ചം വരത്തക്ക നിലവാരത്തിൽ, എല്ലാ നിലവാരത്തിലും അനുഗ്രഹിക്കുവാൻ യേശു മതിയായവനാണ്. നിത്യജീവൻ മാത്രമല്ല ഈ ഭൂമിയിലുള്ളത് ഒരു ദൈവത്തിന്റെ പൈതലിന് നൽകുവാൻ യേശു മതിയായവനാണ്. ഇല്ലായ്മയുടെ നടുവിൽ ഇറങ്ങി വന്ന്, കണ്ണുനീരിന്റെ നടുവിൽ ഇറങ്ങി വന്ന്, കടമാറ്റയുടെ നടുവിൽ ഇറങ്ങി വന്ന്, പ്രശ്നത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന്, പ്രതിസന്ധിയുടെ നടുവിൽ ഇറങ്ങി വന്ന്, ആമേൻ, നിന്റെ കണ്ണുനീരുകളെ തുടച്ച് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് നിന്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ വിടുതൽ തരുവാൻ ഈ യേശു മതിയായവനത്രേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അപ്പനായി ജീവിക്കുന്ന മകനെ, മകളെ, നീ പതറി പോകണ്ട, നീ വീണ് പോകണ്ട, നീ തകർന്നു പോകണ്ട. നീ ക്രിസ്തുവിനായി ബലത്തോടെ ക്രിസ്തുവിൽ ജീവിക്കാൻ വിട്ടുകൊടുത്താൽ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട്, അപ്പച്ച ഈ ശിഷ്ടകാലം ഞാൻ അങ്ങേക്കായി ആ ഉറപ്പോടെ ക്രിസ്തുവിൽ നിലനിൽക്കുവാൻ ക്രിസ്തുവിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ, അപ്പച്ചൻ പറയും, മക്കളെ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നിന്നെ എന്റെ കരങ്ങൾ തന്നാൽ ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇന്ന് ഇതിനകത്ത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ബാക്കി കാര്യം ദൈവത്തിന്റെ കരങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, എന്റെ അപ്പനിൽ നിറയാൻ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യം. ഇതിനകത്ത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ശ്രദ്ധിക്കാൻ? ആമേൻ. ദാഹമുണ്ടോ ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ അപ്പനൊന്ന് നിറയാൻ എന്നെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ ബാക്കി എന്റെ കാര്യം മുഴുവൻ ചെയ്യുന്നത് എന്റെ ദൈവമാണ്. നിന്റെ ഭവനത്തിന്റെ വിഷയങ്ങൾ അറിയാം, നിന്റെ കണ്ണുനീര് അറിയാം, നിന്റെ ബാധ്യത അറിയാം, നിന്റെ ജീവിതത്തിനകത്ത് വരുന്ന നാളുകൾ നടക്കേണ്ട ആവശ്യങ്ങൾ അറിയാം. എന്റെ ദൈവത്തിന് അറിയാം. അവിടെ എല്ലാം അമർത്തി കുലുക്കിയ നിലവാരത്തിൽ നൽകുവാൻ ദൈവം മതിയായവനാണ്.
ഹല്ലേലൂയ. നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടിയുള്ള മാത്രമുള്ള ആരാധനയല്ല, ക്രിസ്തുവിനായി നിലനിന്ന് പോകുമ്പോൾ സ്വർഗത്തിലുള്ള നന്മകളും ദൈവം നമുക്ക് നൽകും, സ്വർഗീയ സംരക്ഷണവും ദൈവം നമുക്ക് നൽകും. രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ കർത്താവിൽ നിലനിന്നാൽ ദൈവം കരുതും. സഹോദരങ്ങളെ, കർത്താവിലാണ് നമ്മൾ നിലനിൽക്കുന്നതെങ്കിൽ പ്രതികൂലങ്ങളിലൂടെ ആയിരിക്കാൻ പോകുന്നത്, പ്രശ്നത്തിലൂടെ ആയിരിക്കാൻ പോകുന്നത്, നീ പേടിക്കണ്ട. 2 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 6-ാം അധ്യായം അതിന്റെ 8-ാം വചനം മുതൽ വായിക്കുമ്പോൾ പ്രതികൂലമുണ്ട്, പ്രശ്നമുണ്ട്, പ്രതിസന്ധി ഉണ്ട്, നീ ഭയപ്പെടരുത്. കർത്താവിൽ നിലനിന്നാൽ ആമേൻ. മറക്കുന്നവനല്ല നമ്മുടെ ദൈവം, മാറിപ്പോകുന്നവനല്ല ദൈവം. ലോകത്തിന് അനുരൂപപ്പെടാതെ നന്മയും പൂർണ്ണതയും ദൈവഹിതവുമുള്ള, ദൈവത്തിന് പ്രസാദമുള്ളത് ഇന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിന്റെ ആത്മാവിൽ നിറഞ്ഞ് നമ്മുടെ ജഡ മനുഷ്യനെ ചാകാൻ ഏൽപ്പിച്ചു കൊടുത്ത് ക്രിസ്തു നമ്മളിൽ നിറഞ്ഞാൽ ബാക്കി കാര്യം ദൈവം ചെയ്യും. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? എൻ്റെ കാര്യം ദൈവം ചെയ്യും, നിങ്ങളുടെ കാര്യം ചെയ്യും. ഇതിനകത്തിരിക്കുന്ന സഹോദരങ്ങൾ, നിങ്ങളുടെ മക്കളുടെ കാര്യം ദൈവം ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് വ്യത്യസ്ത വിഷയങ്ങൾ കാണാം, പക്ഷേ ഹല്ലേലൂയ, വിഷയത്തെക്കാൾ വലിയവനായ ദൈവത്തിൻ്റെ പൈതലാണ് ഞാനും നിങ്ങളുമെങ്കിൽ, ആ കർത്താവിൻ്റെ മകളാണെങ്കിൽ, കർത്താവിൻ്റെ ഹൃദയപ്രകാരം ജീവിക്കുന്ന ഒരു പൈതലാണെങ്കിൽ, എന്നെയും നിന്നെയും നടത്തുവാൻ ദൈവം മതിയായവനാണ്. ആരെല്ലാം തകർക്കാൻ നോക്കിയാലും ദൈവം ഇറങ്ങി വന്ന് രക്ഷിച്ചിരിക്കും. ആരെല്ലാം നശിപ്പിക്കാൻ നോക്കിയാലും ഒരു നാശപാത്രമായി വീഴാൻ ദൈവം വിടത്തില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, കർത്താവിനെ ആരാധിക്കുന്ന മകനെ, മകളെ, പ്രതികൂലം വന്നിട്ടും ക്രിസ്തുവിൽ നിലനിന്ന് തന്നെത്താൻ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത്, അതേ കർത്താവേ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് ക്രിസ്തുവിനായി ജീവിക്കാൻ പറ്റുന്നില്ല, അപ്പനിൽ നിറയണമെന്ന് ദാഹിക്കുന്ന പൈതലെ, നിന്നെ കാക്കുന്നൊരു ദൈവമുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ, 2 രാജാക്കന്മാർ 6-ാം അധ്യായം, എല്ലാവരും ശ്രദ്ധിക്കണം, അല്പസമയം കൂടെ ഉള്ളൂ. 6-ാം അധ്യായം 8-ാം വചനം മുതൽ വായിക്കുമ്പോൾ വായിച്ചേ. അനന്തരം അരാം രാജാവിന് ഇസ്രായേലിന് യുദ്ധമുണ്ടായി. ഇന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവൻ തന്റെ ഭൃത്യന്മാരെ ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട്, ഇന്ന സ്ഥലത്തൂടെ ഇസ്രായേൽ രാജാവിനെതിരെ ശത്രു പദ്ധതി ഒരുക്കുമ്പോൾ പ്രവാചകൻ വീട്ടിനകത്തിരുന്ന് ആത്മാവിൽ കാണും, ആമേൻ, നിനക്കെതിരെ ശത്രു പദ്ധതി ഒരുക്കിയ ക്രിസ്തുവിൽ നീ നിലനിന്നാൽ, ക്രിസ്തുവിൽ നീ ജീവിച്ചാൽ, ക്രിസ്തുവിന്റെ മകനായി നീ മാറിയാൽ, ശത്രു നിനക്കെതിരെ ഒരുക്കുന്ന കെണി നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് അഭിഷേകം വെളിപ്പെടുന്നു, ആ ദൈവശക്തി വെളിപ്പെടുന്നു, ദൈവകൃപ ഇറങ്ങുന്നു. ക്രിസ്തുവിൽ നീ നിലനിന്നാൽ ലോകത്തിനല്ല, നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതപ്രകാരം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ക്രിസ്തു നമ്മൾ നിറയുവാൻ നമ്മളെ സമർപ്പിച്ചു കൊടുത്താൽ, നമ്മളതിന് വിട്ടുകൊടുത്താൽ, നമ്മൾ വീട് കൊടുത്താൽ, കർത്താവ് നമ്മളിൽ നിറഞ്ഞാൽ പ്രാർത്ഥന മുറിക്കകത്ത് നിനക്കെതിരെ, നിന്റെ തലമുറകൾക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ ഭാവിക്കെതിരെ, നിന്റെ നന്മക്കെതിരെ ശത്രു ഒരുക്കിയ കെണികളെ ആത്മാവ് നിന്നിൽ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഒരു അമ്മച്ചി ഇവിടെ വന്നു, വെള്ളിയാഴ്ച അമ്മച്ചി ഫ്രണ്ടിൽ വന്നു എന്ന് പറഞ്ഞു, മക്കളെ സ്വത്രം, നല്ല പ്രായമുള്ള അമ്മച്ചിയാ, എന്നോട് പറഞ്ഞു, മക്കളെ ഹല്ലേലൂയ, ഓരോ പ്രാവശ്യവും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അപ്പച്ചൻ എനിക്ക് ചിലതൊക്കെ കാണിച്ചു തരും, അതെല്ലാം നടക്കും. ഇപ്പം ഞാൻ ഇന്ന വിഷയമാണ് കണ്ടത്, മക്കളും കൂടെ ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ അപ്പം ചിന്തിച്ചു, കർത്താവ് പറഞ്ഞില്ലേ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലെ എൻ്റെ ആത്മാവിനെ പകരും. നിന്റെ വൃദ്ധന്മാർ കണ്ടോ, വൃദ്ധന്മാർക്കും ദൈവം കൃപ കൊടുത്തോണ്ടിരിക്കുന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, വയസ്സ് പ്രായ ഭേദമില്ലാതെ സ്വർഗത്തിലെ മകളായി ജീവിച്ചാൽ സ്വർഗം നിനക്ക് ചിലത് വെളിപ്പെടുത്തി തരും. വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം വെപ്പിച്ച്, ഹേ മരണമെന്റെ ജയം എവിടെ, ഹേ മരണമെന്റെ വിഷമൊഴി എവിടെ, മരണത്തെ പാതാളത്തെ തോൽപ്പിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ നസ്രയനാകുന്ന യേശു ക്രിസ്തു നിനക്കെതിരെ ശത്രു വിരിച്ച വലകളെ ആത്മാവിൽ കാണിച്ചു തന്നാൽ അതിനെ കുടഞ്ഞ് വെളിയിൽ വരുവാൻ ദൈവം നിന്നോട് സംസാരിക്കും. ഇന്ന് പകൽക്കാൽ കർത്താവിലാണ് നമ്മൾ നിലനിൽക്കുന്നതെങ്കിൽ എൻ്റെ ദൈവം വലിച്ചു പുറത്തെറിയത്തില്ല. അന്ത്യമരം നടത്താൻ ധൈര്യത്തോടെ പറ, അന്ത്യമരം നടത്താൻ ഈ ദൈവം മതിയേവനാണ്. ഇസ്രായേൽ മക്കൾക്കെതിരെ, രാജാവിനെതിരെ സ്തോത്രം, ഒരുപാട് പദ്ധതികൾ ശത്രു പതിയിരുന്ന് ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം പ്രാർത്ഥന മുറിക്കകത്ത് പ്രവാചകനാകുന്ന എലീശ ആത്മാവിൽ കണ്ടുകൊണ്ടിരുന്നു. ഇന്നിനകത്ത് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എനിക്കും ആത്മാവിൽ ചിലത് കാണാം, എൻ്റെ പരിശുദ്ധ ആത്മാവേ. ആരൊക്കെ പറയും, കർത്താവേ ഈ ലോകത്തിന് അനുരൂപമാകാതെ എൻ്റെ അപ്പൻ്റെ കൃപ പ്രാപിരെ. എൻ്റെ അപ്പനോട് പറ, അപ്പച്ചാ ഈ ലോകത്തിൽ ഞാൻ എങ്ങനെയെന്നല്ല, എൻ്റെ യേശുവിൻ്റെ ഒരു മണവാട്ടിയായി ക്രിസ്തുവിനെ ഹിതം ചെയ്ത് ജീവിക്കണം. അതിനൊരു ശക്തി എൻ്റെ മേൽ പകരണമേ. ഹല്ലേലൂയ.
ഈ മനുഷ്യൻ അകത്തളങ്ങളിലിരുന്ന് ദർശനം കാണും. ശത്രു ഒരുക്കിയ കെണികൾ മുഴുവൻ കാണും. ശത്രു വിരിച്ച വല കാണും. ശത്രുവിൻ്റെ പദ്ധതി കാണും. ഇതറിഞ്ഞ കൊട്ടാരത്തിനകത്ത് അറിഞ്ഞവിടനെ ഈ ദൈവ മനുഷ്യനെ തകർക്കാൻ പദ്ധതി ഒരുങ്ങി. ആമേൻ. മനസ്സിലായോ? നിന്നെ തകർക്കാൻ ശത്രു എത്ര പദ്ധതി ഒരുക്കിയാലും നീ ക്രിസ്തുവിൽ നിലനിന്ന് പോകുന്ന മകനാണെങ്കിൽ അവന്റെ പദ്ധതി നടക്കത്തില്ല. കൃപ 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 ദൈവശക്തി ഇന്ന് പകൽക്കാല സ്വർഗം നിന്റെ മേൽ കൈമാറുന്നു. ശത്രു ഒരുക്കിയ പദ്ധതി നിന്നെ തകർക്കാനാണെങ്കിൽ യേശു പറയും, മക്കളെ നിന്നെ തകർക്കാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നീ തകരാൻ, നിന്റെ കുടുംബം തകരാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. നിന്റെ തലമുറ തകരാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. നിന്റെ കുടുംബത്തിലെ നന്മകളെ തകർക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. പ്രാർത്ഥന ജീവിതങ്ങളെ തകർക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് പകൽക്കാലം കർത്താവ് നിന്നെ അറിയുന്നുണ്ട്. പിശാച് എല്ലാ കെണി ഒരുക്കിയത് ദൈവം പ്രവാചകനെ വെളിപ്പെടുത്തി. പ്രവാചകൻ രാജാവിനെ അറിയിക്കും. രാജാവ് ചോദിച്ചു, ഇത് ഏവനാണ് എൻ്റെ വീട്ടിനകത്തിരുന്ന് ഇതെല്ലാ കാര്യങ്ങളും ഞാൻ ചിന്തിക്കുന്നത് പോലും പുറത്ത് പറയുന്ന ആരാണ്? പറഞ്ഞു കൊടുത്തത് വേറെ ആരുമല്ല. പിന്നെ ആര്? ഇവിടെ ഒരു പ്രവാചകനുണ്ട്. വേറെ ആരുമല്ല. അപ്പൻ്റെ ആത്മാ പ്രാപിച്ച പൈതൽ, ശക്തി പ്രാപിച്ച ബലം പ്രാപിച്ചോ, വേറെ ആരുമല്ല. കോടിക്കണക്കിന് ജനങ്ങളുണ്ടെങ്കിലും ആത്മാവ് പ്രാപിച്ച പൈതൽ. ശത്രുവിന്റെ കെണികളെ, ശത്രുവിന്റെ പദ്ധതികളെ, ശത്രുവിന്റെ ഇന്ന് പോൽക്കാൽ ആർക്കൊക്കെ കൃപ വേണം, ആർക്കൊക്കെ ദൈവശക്തി വേണം? ആത്മാവിനാൽ നിറയുക, ദൈവശക്തിയാൽ നിറയുക, ശത്രുവിന്റെ മണ്ഡലങ്ങളെ തിരിച്ചറിയുക, പിശാചിന്റെ പോരുകളെ തകർക്കുക, ആത്മാവിൽ ജയത്തോടെ വെളിയിൽ വരിക. ഓ ജീസസ് ഹല്ലേലൂയ. നിന്റെ കുടുംബത്തെ തകർക്കാൻ ശത്രു കെണി ഒരുക്കുമ്പോൾ ഈ കുടുംബ സന്തോഷത്തോടെ പോകരുത്, ഈ കുടുംബ സമാധാനത്തോടെ പോകരുത്, ഈ തലമുറകൾ രക്ഷപ്പെടരുത്, ഇവർ ഒരു അനുഗ്രഹം പ്രാപിക്കല്ലേ, ഈ കുടുംബത്തിനകത്ത് പ്രാർത്ഥന ഉയരല്ലേ എന്ന് പറഞ്ഞ് പിശാച് നിനക്കെതിരെ കെണി ഒരുക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനാ മുറിയിൽ നീ ആത്മാവിൽ കണ്ട് അവയെ ഉടച്ചു വെളിയിൽ വരണം. ശത്രുവിന് ഇഷ്ടമല്ല നിങ്ങൾ സന്തോഷത്തോടെ കുടുംബജീവിതത്തിനകത്ത് ചിരിച്ചാനന്ദത്തോടെ പോകുന്നത്. ദുഷ്ടന് ഇഷ്ടമല്ല. അവന്റെ വല നീ തിരിച്ചറിയണം. അവന്റെ മണ്ഡലത്തെ ആത്മാവിൽ ദർശിക്കാം. ഇന്ന് പകൽക്കാല ആത്മാവ് നിന്റെ മേൽ കൃപ പകരുകയാണ്. ശക്തി വെളിപ്പെടട്ടെ, ആ കൃപ വെളിപ്പെടട്ടെ, ആ കൃപ, ആ അഭിഷേകം, അസാധാരണമായ ദൈവശക്തി, അസാധാരണമായ ദൈവശക്തി, ആ അസാധാരണമായ ദൈവശക്തി. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ഓഹോ ചോദിക്കുന്നതിന് നിനക്കുന്നല്ലോ അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഓ ജീസസ് ഹല്ലേലൂയ. നീ യേശുവിന്റെ മകനാണെങ്കിൽ ശത്രു എത്ര വാല വീരിച്ചാലും അന്തിമ വിജയം ദൈവ പൈതലിനാ. പറ ജീസസ്. നീ ക്രിസ്തുവിന്റെ പൈതലാണെങ്കിൽ, ക്രിസ്തുവിന്റെ മകളാണെങ്കിൽ നിന്റെ ആവേശവും നിന്റെ ആഗ്രഹവും നിന്റെ ദാഹവും ലോകത്തിലോട്ടല്ല ക്രിസ്തുവിനോട് അനുരൂപപ്പെടാനാണെങ്കിൽ ഞാൻ പറയാം, ശത്രുവിനെ തോടാൻ ചില കെട്ടുകൾ പൊട്ടുന്നു, ചില ബന്ധനം അറിയുന്നു, ചില പൂജകൾ കാത്തുന്നു, ചില മന്ത്രങ്ങൾ കാത്തുന്നു, ചില ഇരുട്ടുകൾ കാത്തുന്നു. നിന്റെ ഭവന തലങ്ങൾക്കകത്ത് ഇരുട്ട് ഒതുക്കി വെച്ച ചില ശക്തികൾ ഇന്ന് പകൽക്കാലം സ്വർഗം വേട്ടി ഊടാക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. കുടുംബ തലങ്ങൾക്കകത്ത് വിടുതൽ, നിന്റെ ജീവിതത്തിനകത്ത് വിടുതൽ, നിന്റെ ശരീരത്തിനകത്ത് വിടുതൽ. ഇന്ന് പകൽക്കാലം നീ വന്നത് പ്രശ്നത്തോടെയാണ്, എന്നാൽ ഇന്ന് പകൽക്കാലം കെട്ടിനെ പൊട്ടിക്കുന്ന ഒരുവൻ ഇന്ന് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. നീ ക്രിസ്തുവിൽ നിലനിന്നാൽ, മകനെ നീ ക്രിസ്തുവിൽ നിലനിന്നാൽ, മകളെ നീ ക്രിസ്തുവിൽ നിലനിന്നാൽ, നിന്റെ അടിസ്ഥാനം ക്രിസ്തുവാണെങ്കിൽ, നീ പാറവൽ നിൽക്കപ്പെട്ട പൈതലാണെങ്കിൽ, നിന്റെ ദാഹവും നിന്റെ ആവേശവും നിന്റെ ആഗ്രഹവും ലോകത്തിനല്ല ക്രിസ്തുവിന്. ആമേൻ ആമേൻ ആമേൻ. ക്രിസ്തുവിന്റെ ഹിതങ്ങൾക്ക് അനുരൂപമാകാൻ, ക്രിസ്തുവിനെ പോലെ ഒന്ന് ജീവിക്കാൻ, ക്രിസ്തുവിൽ നിറയാൻ, ക്രിസ്തുവിൽ ജീവിക്കാൻ, അതാണ് നിന്റെ ദാഹമെങ്കിൽ
ഓ ജീസസ്. കൃപ വ്യാപരിക്കുന്നു, ശക്തി വ്യാപരിക്കുന്നു, അഭിഷേകം നിറഞ്ഞൊഴുകുന്നു. ചില മക്കളുടെ മേലെ ഒരു ആത്മപകർച്ച, ഇന്ന് പകൽക്കല്ല ആത്മപകർച്ച. നിന്നെ ഒതുക്കാൻ ഒരു ചങ്ങലയ്ക്കും, നിന്നെ തകർക്കാൻ ഒരു പിശാചിനും. നിന്നെ കാണുമ്പോ പിശാച് അലറും. നീ ക്രിസ്തുവിനാണോ? നീ അവയെ കണ്ട് പേടിക്കത്തില്ല. അവ നിന്നെ കാണുമ്പോ പേടിച്ചോടും. ഓ ജീസസ്. പറ 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 പറ, വാ തുറന്ന് പറ. ഞാൻ എൻ്റെ യേശുവിൻ്റെ മകനാണെങ്കിൽ അവനെ കണ്ട് ഞാനല്ല ഓടുന്നത്. അവൻ കൊല്ലി വന്ന് അവൻ വല വിരിക്കുമ്പോൾ ഞാനല്ല ഓടുന്നത്. അവന്റെ വലയുമായി അവൻ ഇറങ്ങി ഓടും. ജീസസ് 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 ജീസസ്. പിശാചിന്റെ ധൈര്യത്തോടെ പറ, എന്റെ കുടുംബത്തിലെ സമാധാനത്തെ കെടുത്തുന്ന ഇരുട്ടേ, നിനക്ക് എന്റെ ഭവനത്തിൽ സ്ഥാനമില്ല. എന്റെ കുടുംബ ജീവിതത്തിനകത്ത് സ്ഥാനമില്ല. എന്റെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് മേൽ നിനക്ക് സ്ഥാനമില്ല. ഓഹോ, എന്റെ യേശുവിന്റെ മകനാ ഞാൻ. ജീസസ്, നിന്നെ എവിടെ ഒതുക്കാൻ നോക്കിയാലും ഒതുക്കാൻ പറ്റത്തില്ല. അടുത്ത വചനം വായിക്കുമ്പോൾ അതേ പ്രവാചകനെ പിടിക്കാൻ ഒരു കൂട്ടം പേരെ അയച്ചു കേട്ടോ. ആമേ, നീ ക്രിസ്തുവിൻ്റെതാണോ? നിന്നെ പിടിക്കാൻ എത്ര വലിയവൻ വന്നാലും, നിന്നെ തലമുലെ ഒരു മുടിയെ പോലും, നിന്റെ പരിസരത്ത് പോലും, നിന്റെ ഭവനത്തിന്റെ കാമ്പൗണ്ടിൽ പോലും ഒരു അന്ധകാര ശക്തി കടക്കത്തില്ല. നീ കൃപ പ്രാപിച്ചാൽ, ഹല്ലേലൂയ, ആമേൻ. നീ ലോകത്തിന് അനുരൂപപ്പെട്ടിട്ടല്ല, ദൈവഹിതം ഇന്നെന്ന് നീ ജീവിച്ചാൽ, ക്രിസ്തുവിൽ നിറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ ആത്മാവ് നിറഞ്ഞാൽ, പിശാചിനെ കണ്ട് നമ്മളോടത്തില്ല. നമ്മളെ കാണുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന യേശുവിനെ കണ്ടിട്ട് ജീസസ് അവൻ ഇറങ്ങി ഓടും. ഇന്ന് പകൽക്കാലം നീ ക്രിസ്തുവിൻ്റെ മകനത്രേ, നീ പതറല്ലേ. ജീസസ്, ഹല്ലേലൂയ. നോക്കിക്കേ, ആ പ്രവാചകനെ പിടിക്കാൻ ആൾക്കാരെ പറഞ്ഞയച്ചു. ടക്കനെ വായിച്ച ആ വാക്യം കൂടെ വായിച്ചേ. അതിന് അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, യജമാനായ രാജാവേ, കാര്യം അങ്ങനെയല്ല, നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ പിശാച് പദ്ധതിയിടുമ്പോൾ അഭിഷേകമുള്ളവൻ വീട്ടിനകത്തിരുന്ന് അവന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് മാറണമെന്ന്. നിന്റെ തലമുറകൾക്കെതിരെ ശത്രുവിന്റെ കെണികളെ ഉടക്കാൻ, നിനക്കെതിരെ, നിന്റെ കുടുംബജീവിതത്തിനെതിരെ, നന്മക്കെതിരെ, സ്തോത്ര, നീ ആത്മാവിൽ കാണും. അവൻ ശാസിക്കും, ജയത്തോടെ പുറത്തു വരും. അടുത്ത വാക്യം വായിച്ചേ. ഇസ്രായേലിലെ പ്രവാചനായ എലീഷ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നെന്ന് പറഞ്ഞു. നിങ്ങൾ ചെന്ന് അവൻ എവിടെ ഇരിക്കുന്നെന്ന് നോക്കുവിൻ, ഞാൻ ആളയച്ച് അവനെ പിടിപ്പിക്കും എന്ന് അവൻ കൽപ്പിച്ചു. ആളയച്ച് പിടിപ്പിക്കാൻ പലരും നിന്റെ അടുത്ത് അയക്കും, പല ശത്രുക്കളും വരും. പക്ഷേ ഒരു പൊടി പോലും അനങ്ങത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? നീ ഇരിക്കുന്ന കോമ്പൗണ്ടിന്റെ അപ്പുറത്ത് നിൽക്കും അവൻ. നിന്റെ അടുത്ത് വരാൻ അവന് ഭയമുണ്ട്. ജീസസ്, ഭയമായ ദൈവം നമ്മിൽ നിറഞ്ഞാൽ, ഓ ജീസസ്, ദൈവത്തെ ശത്രു കാണുമ്പോൾ അവൻ അലറി ഓടും. നിന്നകത്തിരിക്കുന്ന മകളെ, നീ പേടിക്കരുത്, നീ പതറരുത്. ശത്രു നിന്നെ കാണുമ്പോൾ തകർന്നു മാറും. അവൻ നിന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കത്തില്ല. നിന്റെ ഭവനത്തെ തൊടാൻ കഴിയത്തില്ല. അടുത്തവര് വായിച്ചേ. അടുത്ത് വരാൻ നോക്കി. അവൻ ദോദാനിൽ ഉണ്ടെന്ന് അവന് അറിവ് കിട്ടി. അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അടുത്ത് അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ വളയേ ഉള്ളൂ. ദൈവമകളെ നീ വളയേ ഉള്ളൂ. നിനക്ക് തൊടാൻ അധികാരമില്ല. മേലിൽ നിന്ന് അധികാരം തരാതെ നിന്റെ മേൽ ഒരു അധികാരവും, കൃപ, മേലിൽ നിന്ന് നിനക്കൊരു അധികാരമില്ലാതെ നിന്റെ മേൽ പിശാചിന് ഒരു അധികാരമില്ല. ഹല്ലേലൂയ. മേലിൽ നിന്ന് നിന്നെ ഒരു അധികാരം കൊടുക്കാതെ ദുഷ്ടനെ നിന്നെ തൊടാൻ എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? മേലിൽ നിന്ന് അധികാരമില്ലാതെ നിന്റെ മേൽ ഒരു ശക്തിക്കും ഒരു അധികാരമില്ല. പേടിക്കരുത്, ധൈര്യത്തോടെ മുന്നോട്ട് പോ. ശക്തനാക്കുന്ന ക്രിസ്തു യേശു കൂടെ ഉണ്ട്. നീ ക്രിസ്തുവിനാണെങ്കിൽ പരാജയം അവനാ.
അന്തിമ വിജയം ദൈവ പൈതലിനാ. സ്തോത്രം. അടുത്ത വരി വായിച്ചേ. അവർ രാത്രിയിൽ പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. കേട്ടോ, നമ്മൾ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നേ? ഇന്നതാണ് പ്രശ്നം, എന്ത് ചെയ്യുന്നല്ലേ? എന്ത് ചെയ്യുമെന്നൊരു ദൈവഭക്തൻ പറയത്തില്ല. ദൈവഭക്തൻ പറയും, ചെയ്യേണ്ടത് അവിടെ ദൈവം ചെയ്ത് കഴിഞ്ഞു. ദൈവശക്തി, ദൈവശക്തി, ദൈവകൃപ, ദൈവകൃപ. ചെയ്യേണ്ടത് നമുക്ക് വേണ്ടി ചെയ്യേണ്ടത് ദൈവം ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. അതിന് അവൻ പേടിക്കണ്ട. ആരാ പറഞ്ഞേ? ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നവൻ പറഞ്ഞു. അവൻ ഒരു പേടിയും വന്നില്ല. അവൻ പേടിച്ചോടിയെന്നല്ല. പിന്നെയോ അവൻ പറഞ്ഞു, ഒന്നുകൂടെ വായിച്ചേ. അതിന് അവൻ പേടിക്കണ്ട. അവൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ. നമ്മളോട് കൂടെ ഒരു സർവശക്തനുണ്ട്. പൈതൽ, നിന്റെ കൂടെ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ, പ്രശ്നങ്ങളെക്കാൾ വലിയവൻ, സാത്താനേക്കാൾ വലിയവൻ, അന്ധകാര ശക്തിയെ ഒന്നും ചെയ്യാൻ പറ്റരുത്. കത്തട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ. നിന്നെയോ നിന്റെ കുടുംബത്തെയോ നിന്റെ തലമുറയോ അന്ധകാര ശക്തിക്ക് തൊടാൻ പറ്റില്ല. ധൈര്യത്തോടെ പറ, എന്നെ തൊടാൻ ഒരു ശക്തിക്ക് കഴിയില്ല. ആമേൻ, 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 ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദുഷ്ടൻ അടുത്ത് വരേ ഉള്ളൂ. അവനൊരു ചുക്കും ചെയ്യാൻ, ഒന്നും ചെയ്യാൻ, നിന്നെ തൊടാൻ, നിന്റെ തലമുറയെ തൊടാൻ, ക്രിസ്തുവിൽ ജീവിക്കുന്ന മകനെ മകളെ നിന്നെ തൊടാൻ ഒരു ശക്തിക്കും ജീസസ് കഴിയത്തില്ല. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. നമ്മോട് കൂടെ ഉള്ളവൻ, എടാ, അവനോട് കൂടെ ഉള്ളവനേക്കാൾ അധികമായ ശക്തനായ സർവശക്തൻ നമ്മളെ ശത്രുവിനെ എന്നെ തൊടാൻ കഴിയില്ല. അടുത്ത വാക്യം വായിച്ചേ. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, കാണത്തക്കവണ്ണം കണ്ണ് തുറക്കാൻ പ്രാർത്ഥിച്ചു. ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എന്താ കണ്ടേ? അടുത്ത് എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും. നിങ്ങൾക്ക് മനസ്സിലായോ? ദൂതന്മാരിപ്പോ കുതിരകളെ പോലെ ഇറങ്ങി നിൽക്കുക. നിങ്ങൾ പിടികിട്ടിയോ? നീ ആരെന്ന് നീ മനസ്സിലാക്ക്. ഞാൻ നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയത്തില്ല. നീ ധൈര്യപ്പെട. നമ്മോട് കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ അധികം. നിങ്ങൾക്ക് മനസ്സിലായോ? കണ്ണ് തുറന്നുല്ലേ? വായിച്ചു ഒന്നൂടെ. അതിന് അവൻ പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. അടുത്ത വരി. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ. നമ്മുടെ കണ്ണ് തുറക്കണം. സാത്താനെ മാത്രം കണ്ട പോരാ, അതിന്റെ അകത്ത്, അവൻ നിൽക്കുന്നതിന്റെ അകത്ത്, നിന്റെ അടുത്ത് അവൻ കടക്കാതെ ദൈവം അതിരിട്ടിരിക്കുന്നത്. ജീസസ്, നിന്റെ ഭവനത്തിൽ കടക്കാതെ, നിന്റെ കുഞ്ഞുങ്ങളുടെ അടുക്കൽ കടക്കാതെ, നിന്റെ മേൽ കടക്കാതെ, ദുഷ്ടന്റെ പദ്ധതി നടക്കാതെ സ്വർഗം തീ മതിലിറക്കി നിർത്തിയിരിക്കുന്നത് നീ കാണണം. ദൂതന്മാരെ കാണണം. അതിന് ശക്തി, ബലം ദൈവം നമുക്ക് തരട്ടെ. അടുത്ത വാക്യം വായിച്ചേ. യഹോവ ബാല്യക്കാരന്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും. എലീശാരാ? അപ്പന്റെ പിള്ളയാ. ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവഹിതം എന്തെന്ന് മനസ്സ് പുതുക്കി. ലോകത്തിനല്ല അനുഭവം. പിന്നെ ക്രിസ്തുവിനെ അപ്പന് ഞാൻ എങ്ങനെയായി ഇഷ്ടപ്പെടും? ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരാവേശം ഉണ്ടോ? ഞാൻ പറയാം, നിന്നെ വളഞ്ഞ് ഒരു പട വന്നാലും, ഒരു ദുർഭൂതത്തിനും, ഒരു വാഴ്ചയ്ക്കും, ഒരധികാരത്തിനും, ഒരു ശക്തിക്കും തൊടാൻ പറ്റത്തില്ല. അടുത്ത് വരുമ്പോ അവൻ അടുത്ത് വരാൻ പറ്റാത്ത നിലവാരത്തിൽ ചുറ്റും ദൂത സൈന്യം നിറഞ്ഞു നിൽക്കും. അടുത്ത വാക്യം വായിച്ചേ.
അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. മല നിറഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടു. അടുത്ത് അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ എലീശ യഹോവയോട് പ്രാർത്ഥിച്ചു ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമെന്ന് പറഞ്ഞു. എലീശയുടെ അപേക്ഷ പ്രകാരം അവൻ അവരെ അന്ധത പിടിപ്പിച്ചു. മതി, പിന്നെ കണ്ണുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയോ? സഹോദരങ്ങൾ, നീ ദൈവ പൈതലാണെങ്കിൽ ഒരു ശക്തിക്കും തൊട്ടാൻ അവൻ അതിന്റെ അപ്പുറത്ത് നിൽക്കും. ധൈര്യത്തോടെ പറ. ലോകത്തിന് അനുരൂപപ്പെടാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്നും ക്രിസ്തുവിൽ ജീവിക്കണമെന്നും ചരിക്കണമെന്നും ക്രിസ്തു അകന്നവനല്ലെന്നും കർത്താവിനെ പ്രാപിക്കണമെന്നും നയമാന അന്ത്യം വരെ കർത്താവിനായി നിൽക്കണമെന്നും ഇതിനപ്പുറത്തൊരു ജീവിതം നമുക്കുണ്ട്. അവിടെ ചെല്ലും വരെ നമ്മളെ വഴി നടത്താൻ ഈ ദൈവം വിശ്വസ്തൻ. ആ കർത്താവിനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കാമോ?